നമുക്കൊരു സത്സംഗം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു കാര്യത്തിലേക്ക് പ്രവേശിക്കാമെന്ന് കരുതുന്നു. അങ്ങനെ അതിനെ വിളിക്കാനാണ് ഇഷ്ടം. വിശേഷിച്ച് ഇത്തിരി ഭാരതീയ ദർശനങ്ങളോട് താല്പര്യമുള്ളവർക്ക് ആ വാക്ക് പരിചയമാണ് സത്സംഗ്. കുറച്ച് നല്ല മനുഷ്യർ ഒരുമിച്ച് കൂടി ഇരിക്കുമ്പോൾ ആരെങ്കിലും ഒരാൾ എന്തെങ്കിലുമൊക്കെ ഇത്തിരി കാര്യങ്ങൾ പറയുന്നു. അത്രയും ഗ്രാവിറ്റി കൽപ്പിച്ചു കൊടുത്താൽ മതി ഇവിടെ പറയുന്ന വിചാരങ്ങൾക്ക്. രണ്ട് വാക്കുകൾ തമ്മിലുള്ളൊരു വ്യത്യാസം എന്ന് പറഞ്ഞിട്ട് ഒരേ ഒരു വിചാരം മാത്രം കാണാമെന്നാണ് കരുതുക. ഒന്നിങ്ങനെ യേശുവിലുള്ള വിശ്വാസം, രണ്ട് യേശുവിൻ്റെ വിശ്വാസം. ഫെയ്ത്ത് ഇൻ ജീസസ് ആൻഡ് ഫെയ്ത്ത് ഓഫ് ജീസസ്. അപ്പം നമ്മളെ തന്നെ അസസ് ചെയ്യാൻ വേണ്ടിയുള്ള ദിവസമാണ് ഇതൊരു സെൽഫ് ഓഡിറ്റിങ്ങിൻ്റെ ദിവസമാണ്. ഈ സെൽഫ് ഓഡിറ്റിങ്ങിൻ്റെ ദിവസം നമുക്കൊന്ന് സ്വയം കണ്ടെത്തിയാൽ നല്ലതാണ്. യേശുവുള്ള വിശ്വാസമാണോ, യേശുവിൻ്റെ വിശ്വാസമാണോ എൻ്റെ ജീവിതം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഫെയ്ത്ത് ഇൻ ജീസസ് ആൻഡ് ഫെയ്ത്ത് ഓഫ് ജീസസ്. ഒരു ചെറിയ ഉദാഹരണം കാര്യങ്ങൾ വ്യക്തമാക്കും. ജനുവിനായൊരു സംഭവമാണ്. ഒരു ചെറുപ്പക്കാരൻ്റെ മനസ്സമ്മതമാണ്. കാത്തലിക് രീതിയിൽ അങ്ങനെ ഒരു ചടങ്ങ് കൂടി കല്യാണത്തിന് മുമ്പ് നടക്കുന്നുണ്ട്. പള്ളി വെച്ച് അവൻ വിവാഹം കഴിക്കാൻ വന്ന പെൺകുട്ടിക്ക് വാക്ക് കൊടുക്കണം. രാത്രിയായപ്പോൾ അവൻ്റെ ചങ്ങാതിമാർ വന്നിട്ട് പറഞ്ഞു, എടാ, നീ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിക്ക് നല്ലതല്ലാത്തൊരു ഭൂതകാലമുണ്ട്. അവളിങ്ങനെ ചെറിയ പ്രായത്തിൽ ഇങ്ങനെ ആരുടെ കൂടെയൊക്കെ പോയി ഇത്തിരി കാലം പാർത്തിട്ടുണ്ട്. വീട്ടുകാർ പിടിച്ചുകൊണ്ട് വന്നാ. കേട്ട മാത്രയില്ല അപ്പനും അമ്മയും കുരിശ് വരച്ചു. എന്നിട്ട് പറഞ്ഞു, ദൈവമേ, എത്ര കൃത്യമായ സമയത്ത് നീ ഓരോന്ന് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരുന്നു. അവൻ പറഞ്ഞു, ഇത് കൃത്യമായ സമയമല്ല, കാണിച്ചത് ദൈവമല്ല. എന്താ നീ പറയണത്? നാളെ ഒന്നൊരു ദിവസം ഉണ്ടെങ്കിൽ ഞാൻ പള്ളി വെച്ച് അവൾക്ക് വാക്ക് കൊടുക്കും. അഹമ്മദിയല്ലേ നീ പറയണത്? ഓരോന്നായിട്ട് ദൈവം കാണിച്ചു തരുമ്പോൾ ആ വാക്ക് തന്നെ അവർ വീണ്ടും വീണ്ടും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ഓരോന്നായിട്ട് ദൈവം കാണിച്ചു തരുമ്പോൾ തർക്കം നീണ്ടുപോകുന്നു. പാതിരാകുമ്പോൾ, അക്ഷരാർത്ഥത്തിൽ പാതിര കഴിയുമ്പോൾ അവനെയും കൊണ്ട് അപ്പനും അമ്മയും കൂട്ടുകാരും കൂടി ആശ്രമത്തിൽ വരുന്നു. എന്നിട്ട് പറഞ്ഞു കൊടുക്കച്ച, ദൈവമായിട്ട് കാട്ടിക്കൊടുത്തിട്ട് അവൻ്റെ അഹങ്കാരം കണ്ടില്ലേ? അവർ പറയുന്നതിനകത്തൊരു കുഴപ്പമുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. ഞാൻ പറഞ്ഞു, ഇതിനകത്ത് ഇപ്പം എന്താ കുഴപ്പം? നീ എന്താ വിചാരിക്കുന്നത്? അപ്പം എന്നെ കുറച്ച് നേരം ഇങ്ങനെ നോക്കിയിരുന്നു. എന്നിട്ട് പറഞ്ഞു, അച്ഛാ, ഒരാൾക്കൊരു കൈപ്പിഴ പറ്റുന്നു. ഉവ്വ്. അത് തിരുത്താൻ ദൈവം അയാൾക്കൊരു അവസരം കൊടുക്കുന്നു. ഉവ്വ്. ആ കളിയിൽ എന്നെ കൂട്ടുകളിക്കാരനാക്കുന്നു. ഞാൻ വേണ്ടെന്ന് വെക്കണം. റിപ്പീറ്റ്. ഒരാൾക്കൊരു കൈപ്പിഴ പറ്റുന്നു. ഉവ്വ്. അത് തിരുത്താൻ ദൈവം അയാൾക്കൊരു അവസരം കൊടുക്കുന്നു. ആ കളിയിൽ എന്നെ കൂട്ടുകളിക്കാരനാക്കുന്നു. ഞാൻ വേണ്ടെന്ന് വെക്കണം. ഞാൻ പതുക്കെ ഇങ്ങനെ കണ്ണുപൂട്ടി, എത്ര കണ്ണുപൂട്ടിയിട്ടും ഈ കണ്ണ് നിറഞ്ഞൊഴുകാൻ തടയാൻ പറ്റുന്നില്ല. അസീസിലെ ഫ്രാൻസിസിനെ കുറിച്ചൊക്കെ അവൻ്റെ കാലത്തിലൊരു മനുഷ്യൻ സാക്ഷ്യപ്പെടുത്തിയത് കണക്ക് എനിക്കും പറയണമെന്ന് തോന്നി. യു നോ ദാറ്റ് യങ് മാൻ സ്മെൽഡ് ക്രൈസ്റ്റ്. ആ ചെറുപ്പക്കാരനിപ്പോൾ യേശുവിൻ്റെ ഗന്ധമാണ്. ഇതാണ് ഈ രണ്ട് പദങ്ങൾ മനസ്സിലാക്കാനായിട്ട് എനിക്ക് പരിചയമുള്ള ജനുവിനായൊരു ഇൻസിഡൻറ്റ്. മാതാപിതാക്കന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് യേശുവുള്ള വിശ്വാസത്തെക്കുറിച്ചാണ്. അവൻ കണ്ടെത്താൻ ശ്രമിക്കുന്നത് യേശുവിൻ്റെ വിശ്വാസം. മുമ്പോട്ട് പോകണമെങ്കിൽ ആ രണ്ടാം ചുവടിലേക്ക് കൂടി പ്രവേശിക്കണം. ആദ്യ ചുവടാണ് ഫെയ്ത്ത് ഇൻ ജീസസ്. രണ്ടിങ്ങനെ ഫെയ്ത്ത് ഓഫ് ജീസസാണ്. തിരുമേനി പ്രാരംഭ സന്ദേശത്തിൽ സൂചിപ്പിച്ചത് കണക്ക് നമ്മുടെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള ഒരാധാര മനുഷ്യനായിട്ട് നമ്മളവനെ കണ്ടെത്തിക്കഴിഞ്ഞാൽ കഷ്ടമാണ്. നമ്മുടെ കുഞ്ഞു കുഞ്ഞ് ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയാണ് അയാളിങ്ങനെ ഒറ്റമുറിവായി
നിലവിളിച്ച് മരിച്ചെന്ന് വിചാരിച്ചാൽ കഷ്ടോ. അപ്പം അയാളെ അങ്ങനെ ജീവിക്കാൻ പ്രേരിപ്പിച്ച, അങ്ങനെ നിലവിളിച്ച് മരിക്കാനായിട്ട് പ്രേരിപ്പിച്ച അനുഭവങ്ങൾ എന്തൊക്കെയായിരിക്കും, പ്രചോദനങ്ങൾ എന്തൊക്കെയായിരിക്കും? ഇത് കണ്ടെത്താത്തടത്തോളം കാലം നമ്മൾ നമ്മുടെ വിശ്വാസത്തിൻ്റെ ശൈശവാവസ്ഥയിലാണ്. പൗലോസൊക്കെ പറയുന്ന കണക്ക് നമ്മളിങ്ങനെ പാല് കുടിച്ചിട്ടില്ല. നിർഭാഗ്യവശാൽ 2000 വർഷങ്ങൾക്ക് ശേഷവും അവൻ്റെ നാമത്തിൽ രൂപപ്പെട്ട മതവിചാരങ്ങളിൽ ഇപ്പോഴും നമ്മൾ കുടിച്ചുകൊണ്ടിരിക്കുന്ന പാല് മാത്രമാണ്. നമുക്ക് എന്തുകൊണ്ട് കുറച്ചുകൂടി സോളിഡായ ഭക്ഷണം കഴിച്ചുകൂടാ? അവിടേക്ക് എത്താതെയും അവിടേക്ക് എത്താൻ പ്രേരിപ്പിക്കാതെ നമ്മുടെ കുഞ്ഞുമക്കളെ പ്രേരണ കുഞ്ഞുമക്കൾക്ക് കൊടുക്കാതെയൊക്കെ പോയി കഴിഞ്ഞാൽ കഷ്ടമല്ലേ? അപ്പോൾ എപ്പോഴും നമ്മൾ പറയുന്നൊരു വാക്കുണ്ട്, യേശുവാണ് എൻ്റെ വീടിൻ്റെ ആധാരശില. നമുക്കതിനിങ്ങനെ മനസ്സിലാക്കാൻ പറ്റണം. ഫെയ്ത്ത് ഇൻ ജീസസ് അല്ല, ഉണ്ട്, നിശ്ചയമായിട്ടും ഉണ്ട്. അതിങ്ങനെ അതിൽ തന്നെ അണ്ടർസ്റ്റുഡാണ്. അതിന് മീതിയായിട്ട് ഈ ഫെയ്ത്ത് ഓഫ് ജീസസ് ആണ് എൻ്റെ വീടിൻ്റെ ആധാരശില. ഓരോ കാര്യങ്ങളിലും ചോദിക്കണം, യേശുവിൻ്റെ വിശ്വാസം എന്താ അതിനെക്കുറിച്ച്, യേശു എന്താ അതിനെക്കുറിച്ച് കരുതണം. അങ്ങനെയാണെങ്കിൽ നിശ്ചയമായിട്ടും വേദപുസ്തകം പറയുന്ന കണക്ക് നീ നിൻ്റെ ഭവനവും രക്ഷ പ്രാപിക്കും. നോട്ട് ഫെയ്ത്ത് ഇൻ ജീസസ് ബട്ട് ഫെയ്ത്ത് ഓഫ് ജീസസ്. അല്ലാതെ കുറച്ച് പ്രാർത്ഥനകളും അനുഷ്ഠാനങ്ങളും മാത്രമാണ് നമ്മളെ രക്ഷിക്കുന്നതൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ കഷ്ടമാണ്. അപ്പോൾ അത്തരമൊരു ആമുഖ വിചാരത്തിൽ ഒരു തിരുവചനം ഒന്ന് ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാമെന്ന് കരുതുകയാണ്. അത് യോഹന്നാൻ 7:37-38. കൂടാരത്തിരുന്നാളിൻ്റെ ഒടുവിൽ അവൻ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ എന്നിൽ നിന്ന് കുടിക്കട്ടെ, വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് ജീവൻ്റെ നദി ഒഴുകും. നമുക്ക് ഈ ഫോർനൂൺ സെഷന് അതൊന്ന് മെഡിറ്റേഷനായിട്ട് വെച്ചാൽ നല്ലതാണ്. വിശ്വസിക്കുന്നവർക്ക് നദിയാകാൻ പറ്റും. എൻ്റെ 2 സഹോദരന്മാരും ഇവിടെ തന്നെ മിഡിൽ ഈസ്റ്റിൽ തന്നെ ജോലി ചെയ്യുന്നുണ്ട്. അതിലിങ്ങനെ അവധി കഴിഞ്ഞ് പോകുമ്പോൾ എൻ്റെ അനിയൻ്റെ കുട്ടി, ഒരു 6 വയസ്സൊക്കെ ഉള്ള ഒരു കുട്ടിയാണ്, ശ്രേയ. അവളിങ്ങനെ വീട്ടിൽ തിരികെ മടങ്ങി പോകുമ്പോൾ ഇങ്ങനെ വളരെ സങ്കടപ്പെട്ട് നിൽക്കണ കണ്ടു. ഞാൻ അവളോട് ചോദിച്ചു, എന്താ നിൻ്റെ വിഷമം? അവളിങ്ങനെ നോക്കി നിന്നിട്ട് പറഞ്ഞു, ഹിയർ എവറിത്തിങ് ഈസ് ഗ്രീൻ, ദർ ഓൺലി ബ്രൗൺ. ഇവിടെ എല്ലാം ഇങ്ങനെ പച്ചയാണ്, ഞങ്ങളോടത്ത് എല്ലാം ബ്രൗണാണ്. കഷ്ടിച്ച ഒരു 6 വയസ്സ് കഴിയുന്ന ഒരു കുട്ടി എത്ര ഭംഗിയായിട്ടാണ് നമ്മുടെയൊക്കെ മനസ്സിനെ നിർവചിക്കുന്നത്. ലോകത്ത് ഏറ്റവും പച്ചയുള്ള ഒരിടത്തു നിന്ന് വന്ന മനുഷ്യരാണ് നമ്മൾ. എങ്ങും പച്ച, അങ്ങോട്ട് വരുമ്പോഴും നല്ല മഴയാണ്. എനിക്ക് തോന്നുന്നു നമുക്ക് ബാക്കി ഒന്നും കാര്യമായിട്ട് മിസ് ചെയ്യാനുണ്ടാവില്ല ഇവിടെ. കുറേ കൂടി ഭേദപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ, സൗഹൃദങ്ങൾ, പുതിയ കമ്മ്യൂണിക്കേഷൻ രീതികൾ. മിസ് ചെയ്യാൻ പോകുന്നത് ഇത് മാത്രമാണ് ഞാൻ വിചാരിക്കുന്നൊരു പച്ച. എങ്ങനെയാണ് നമ്മുടെ ആ ചെറിയ ദേശത്തിന് ഇത്രയും പച്ച ഉണ്ടായത്? 44 നദികളുടെ കഥയാണ്. 40 നദി പടിഞ്ഞാറോട്ടൊഴുകുന്നു, 4 നദി കിഴക്കോട്ടൊഴുകുന്നു. അതിൻ്റെ അർത്ഥം ഓരോ 15 കിലോമീറ്ററിനിടയിലും ഒരു നദിയോ അതിൻ്റെ കൈവഴിയോ ഒക്കെ ഉണ്ട്. ഇത്രയും ജലരാശികൾ കൂടി ചേർന്നിട്ടാണ് ഒരിടത്തിന് ഇത്രയും പച്ച കൊടുത്തത്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവർ തന്നെ ഇങ്ങനെ 100 കണക്കിനുണ്ട്, കുറഞ്ഞ പക്ഷം ഒരു 200-300 100എങ്കിലും. ഇവരിൽ നിന്ന് ഒരു 50 നദി ഉണ്ടാകുന്നതിനെക്കുറിച്ച് വെറുതെ സങ്കല്പിച്ചേ. എന്തുമാത്രം പച്ച ഉണ്ടാവും പാർക്കുന്ന ഇടങ്ങൾക്ക്, ചേർന്ന് നിൽക്കുന്ന ബന്ധങ്ങൾക്ക്, തൊഴിലിടങ്ങൾക്ക്, എത്തിയ മറ്റൊരു മണ്ണ്. ആ ഒരു കുഞ്ഞു സങ്കല്പം ഒന്ന് മെഡിറ്റേഷനായിട്ട് വിട്ടുതരിക. വീടിൻ്റെ പ്രായോഗികമായ കാര്യങ്ങളെക്കുറിച്ച് പറയാനായിട്ട് ഞാൻ ആളല്ല.
കാരണം 15 വയസ്സ് വീട് വിട്ട് പോകുന്ന ഒരാളാണ് ഞാൻ. 48 വയസ്സാകുമ്പോഴും ഞാൻ ഒരിക്കലും ഒരു വീടിൻ്റെ ഭാഗമായിരുന്നിട്ടില്ല. അപ്പം അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രായോഗികമായ ചില കാര്യങ്ങളെക്കുറിച്ച് പറയാനായിട്ടുള്ള ഒരാളാണ് ഞാനെന്ന് എനിക്കൊരിക്കലും അനുഭവപ്പെട്ടിട്ടില്ല. പക്ഷേ കുറച്ചു കാലമൊക്കെ ആയിട്ട് ആ മരപ്പണിക്കാരനുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നത് കൊണ്ട് അവൻ്റെ ചില അളവുകൾ ഗൗരവമായിട്ട് എടുത്തു കഴിഞ്ഞാൽ വീടിൻ്റെ തച്ചുശാസ്ത്രം നേരെയാവുമെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പം എനിക്ക് ആകെപ്പാടെ പറയാനുള്ളത് ആ മരപ്പണിക്കാരൻ്റെ ചില അളവുകോലുകൾ മാത്രമാണ്. അതിലേക്കൊന്ന് ശ്രദ്ധ ഒന്ന് കേന്ദ്രീകരിക്കാമെന്നല്ലാതെ മറ്റൊന്നും എനിക്ക് ഈ ദിവസങ്ങളിൽ പറയാനുമില്ല. കാരണം ഓരോ വീടിൻ്റെയും പ്രതിസന്ധി ഓരോന്നാണ്. പൊതുവായ ഏകകങ്ങളൊന്നുമില്ല, പൊതുവായ പരിഹാരങ്ങളൊന്നുമില്ല. പക്ഷെ ഉണ്ട് ഒരു പഴയ തച്ചൻ്റെ ചില അളവ്. ആ തച്ചൻ്റെ അളവിന് ഗൗരവമായിട്ട് എടുത്താൽ നല്ലതാണ്. തർക്കമോ അതിന് മീതുള്ള ചർച്ചയൊന്നും ആവശ്യമില്ല. എന്നാൽ പോലും അതിനേക്കാൾ പ്രധാനമാണ് ആ മരപ്പണിക്കാരൻ്റെ അളവുകളെ ജീവിതത്തിലേക്ക് ഗൗരവമായിട്ട് എടുക്കുക. വർണ്ണമാടി കാർപ്പൻ്റർ, അലഞ്ഞടന്ന മരപ്പണിക്കാരൻ. അപ്പോൾ അലഞ്ഞും നടന്ന മരപ്പണിക്കാരൻ പറഞ്ഞൊരു കുഞ്ഞു വാക്കിനെ ഒന്ന് ഗൗരവമായിട്ട് എടുത്താൽ നല്ലതാണ്. വിശ്വസിക്കുന്നവർക്ക് നദിയാകാൻ പറ്റും. കുറേ കൂടി ഈർപ്പമുള്ള മനുഷ്യരായിട്ട് നിൽക്കാനുള്ള ക്ഷണം, അത്രയൊക്കെ സ്പിരിച്വാലിറ്റി കൊണ്ട് അർത്ഥമാക്കുന്നുള്ളൂ. കുറേ കൂടി നനവുള്ള മനുഷ്യർ, അത് ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവുന്നുണ്ട്. ഹൃദയം ഇങ്ങനെ നോക്കിക്കഴിയുമ്പോൾ ഈ ശ്രദ്ധിച്ചിരിക്കുന്ന മനുഷ്യരുടെയൊക്കെ ഇങ്ങനെ കണ്ണിലിങ്ങനെ പതുക്കെ പതുക്കെ നനവ് വീഴുന്ന ഞാൻ കാണുന്നത് എൻ്റെ എന്തെങ്കിലും ഒരു പ്രചോദനത്തിൻ്റെ ഭംഗി കൊണ്ടല്ല, മറിച്ച് നിങ്ങളുടെ ഈർപ്പത്തെ വെളിപ്പെടുത്തണം. ആ ഈർപ്പം കുറേ കൂടി ഒന്ന് ഗൗരവമായിട്ട് എടുത്താൽ നല്ലതാണ്. വിശ്വസിക്കുന്നവർക്ക് നദിയാകാൻ പറ്റും. ഒരു ചെറിയ വീടിനകത്ത് ഒരു 3-4 നദികണക്കുള്ള മനുഷ്യരാ. എനിക്ക് ഈ തിരുവചനത്തോട് ഒരു വല്ലാത്ത പാഷനുണ്ട്. അതിൻ്റെ കാരണമുണ്ട്. ആ കാരണം ഇതാണ്. ഇതിന് മുമ്പത്തെ മെയ് മാസം 30-ാം തീയതി എനിക്കൊരു സ്നേഹിതയെ നഷ്ടമായി. +2 അധ്യാപികയായിരുന്നു അവർ. മാഗി എന്നാണ് പേര്. കോട്ടയത്ത് ഡെങ്കുവിൻ്റെയൊക്കെ ഒരു പ്രശ്നം ഉണ്ടായിരുന്ന സമയത്താണ് 29-ാം തീയതി ഉച്ചയാകുമ്പോൾ വിളിച്ചിട്ട് പറഞ്ഞു, അമ്മ കാരിത്താസിലുണ്ട്, ഇങ്ങനെ പ്രാർത്ഥിക്കണം, ഡെങ്കുവാണ്. വൈകുന്നേരം അമ്മയുടെ വിവരങ്ങൾ അറിയാനായിട്ട് വിളിക്കുമ്പോൾ ആശാട്ടി ഫോൺ എടുക്കണില്ല. രാത്രി കുറേ ചെന്ന് കഴിയുമ്പോൾ മാഗിയുടെ ഭർത്താവ് തിരിച്ചു വിളിക്കുന്നു. എന്നിട്ട് പറഞ്ഞു, മാഗി തന്നെ സിങ്കിങ്ങാ. പിറ്റേന്ന് ഉച്ചയ്ക്ക് മുമ്പ് മാഗി മരിച്ചു. നമ്മൾ നോക്കി നിൽക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഇങ്ങനെ ആരെങ്കിലും പച്ചയായിട്ട് ഇറങ്ങിപ്പോകുന്നത് നടാടെ ഉണ്ടാക്കുന്ന ഒരു ഉലച്ചിൽ ഇങ്ങനെ പറഞ്ഞു തീർക്കേണ്ടതല്ല. അങ്ങനെ നിൽക്കുമ്പോൾ എന്തോ കാരണം കൊണ്ട് മാഗി അവസാനമായിട്ട് അയച്ചൊരു സന്ദേശം, മാഗി മരിച്ചതിന് ശേഷമാണ് ഇതിനകത്തോട്ട് വരുന്നത്, മൊബൈലോട്ട് വരുന്നത് ടെക്സ്റ്റ് മെസ്സേജ്. അതിങ്ങനെയാണ്, ഞാൻ നദിയാണ്, സരസ്വതി, ഇനി കാണാതെ ഒഴുകാം, പേരുകളെ നനച്ചോളാം. നമുക്കിത് എങ്ങനെ പറ്റിയെന്ന് പോലും എനിക്ക് പറയാൻ പറ്റണില്ല. ഇങ്ങനെ ഒരാൾക്ക് എങ്ങനെ ടെസ്റ്റ് ചെയ്യാൻ പറ്റണത്? മരിച്ചുകൊണ്ടിരിക്കുന്ന ആളെന്നൊക്കെ പറയണത് ഈ മുങ്ങുന്ന ആളെ കണക്കാണ്. അയാളുടെ ബോധാബോധങ്ങളുടെ കയങ്ങളുടെ ഇടയിൽ അയാളുടെ ഓർമ്മയിൽ നമ്മൾ ഉണ്ടായിരിക്കുക, സമുചിതയോടുകൂടി നമുക്ക് വേണ്ടി ഒന്ന് ടെസ്റ്റ് ചെയ്യുക എന്നുള്ളതൊക്കെ എൻ്റെ ഈ ചെറിയ ബുദ്ധിക്ക് എത്ര കൂട്ടിയിട്ടും കിട്ടണില്ല. അപ്പം ആ മെയ് 30-ന് ശേഷമാണ് എനിക്ക് ഈ കാര്യത്തോട് ഇത്തിരി കൂടി ഒരു പാഷൻ ഉണ്ടായത്. 42 വയസ്സുള്ളൊരു സ്ത്രീ മടങ്ങിപ്പോകുമ്പോൾ അനുഭവിച്ച ആത്മവിശ്വാസം, ഞാൻ നദിയാ, ഇനിയിപ്പോൾ കാണാതെ ഒഴുകിക്കോളാം, ഇത്രയും നാളും കണ്ടോണ്ടാ ഒഴുകിയത്, വേരുകൾ നനച്ചോളാം. അപ്പോൾ എനിക്കൊരു കാര്യം കൂടി മനസ്സിലായി, ഈ തിരുവചനങ്ങളെന്നൊക്കെ പറയണത് വെറുതെ കവിതയൊന്നുമല്ല. ഞാൻ പലപ്പോഴും വിചാരിച്ചത് ഇതൊക്കെ നല്ല സ്പിരിച്വൽ മെറ്റഫറുകളാണ്. സ്പിരിച്വൽ മെറ്റഫറുകൾ മാത്രമല്ല തിരുവചനം,
കോമൺ മാൻസ് പോസിബിലിറ്റി. എന്നെയും നിങ്ങളെയും കണക്കുള്ള ആവശ്യത്തിലേറെ വ്യഥയും വൈകാരികതയും ബുദ്ധിമുട്ടും ക്ഷോഭവും ദുഃഖമൊക്കെ ഉള്ള മനുഷ്യരുടെ സാധ്യതയുടെ പേരാണ് യേശു. കോമൺ മാൻസ് പോസിബിലിറ്റി. ഇപ്പം നേരത്തെ സൂചിപ്പിച്ച കണക്ക് അതിനുശേഷമാണ് ഈ തിരുവചനത്തെ ഞാനിങ്ങനെ വളരെ താല്പര്യത്തോടു കൂടി എടുത്തു തുടങ്ങിയത്. ഞാൻ നദിയ അപ്പം ആ ഒരു വചനത്തിൻ്റെ അല്ലെങ്കിൽ മാഗിയുടെ ഓർമ്മയുടെ പശ്ചാത്തലത്തിൽ സ്വയം നദിയാണോ ഇല്ലയെന്ന് നമുക്ക് ഇത് തന്നെ ആ ടെസ്റ്റ് തന്നെ ഒന്ന് ഗൗരവമായിട്ട് എടുക്കാം. നദിയാണ്. കാരണം നമുക്കറിയാം നമ്മുടെ നാട്ടിൽ കുഞ്ഞുങ്ങൾക്ക് പേരിടുമ്പോഴൊക്കെ അത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു പണ്ട്. കാവേരി, ഗംഗ, യമുന. എൻ്റെ സ്നേഹിതൻ്റെ കുട്ടി കിട്ടിയിരിക്കുന്ന പേര് നിള എന്നാണ്. വിദേശങ്ങളിൽ വോൾഗയുണ്ട്. അത് കണക്ക് മാഗി ഒരു നദിയാണ്. നിങ്ങളും ഒരു നദിയായിരിക്കുമോ? ഇതാണ് അവനവനോട് ചോദിക്കേണ്ട ഒരു ചോദ്യം. നിങ്ങളൊരു നദിയായിരിക്കുമോ? അത് എങ്ങനെയാണ് ഈർപ്പം ഉണ്ടാവണം? അത് കണ്ടിട്ട് സ്വയം നദിയാണോ ഇല്ലെന്ന് തിരിച്ചറിയാനായിട്ടുള്ളൊരു ചെക്ക് ലിസ്റ്റ് ഒന്ന് കണ്ടെത്തി നമുക്ക് ക്വസ്റ്റൻ ഓഫ് ഒരു 40 മിനിറ്റ് കൊണ്ട് ഈ കാര്യങ്ങൾ അവസാനിപ്പിക്കാമെന്നാണ് കരുതുക. എങ്ങനെ നദി ഉണ്ടാവണം? ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച കണക്ക് എല്ലാവരും കണ്ണുകളിൽ ചെറിയൊരു ഒരു ഈർപ്പമുണ്ട്. ആ മാഗിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ കൂടുതൽ ശക്തമായി. മാഗി നിങ്ങൾ കണ്ടിട്ടില്ല. നിങ്ങൾ കണ്ടിട്ടില്ലാത്ത ഒരാളുടെ കാര്യം പറയുമ്പോൾ ഇത്രയും ഈർപ്പം എന്തിനാ? പറഞ്ഞു വരുന്നത് ഒരു കാര്യം ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ്. എപ്പോഴാണ് നമ്മുടെ ഈർപ്പമൊക്കെ ഉണ്ടാവുന്നത്? ശുദ്ധ സ്നേഹത്തെക്കുറിച്ച് നമ്മൾ കേൾക്കുകയും പറയുകയൊക്കെ ചെയ്യുമ്പോഴാണ്. അതിങ്ങനെ കേൾക്കുകയും പറയുകയും അനുഭവിക്കുകയൊക്കെ ചെയ്യുന്ന മനുഷ്യരുടെ ജീവിതത്തിൽ എപ്പോഴും ഒരു ഈർപ്പം ഉണ്ടായിരിക്കും. ശുദ്ധ സ്നേഹം, പ്യുവർ ലവ്. അതെവിടെ കണ്ടാലും കണ്ണു നിറയും. ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പോലും കണ്ണു നിറയും. അത്രയും ഇങ്ങനെ സ്നേഹത്തിൽ ഈർപ്പമുണ്ടാക്കാവുന്ന വിധത്തിൽ നമ്മളെ സൃഷ്ടിച്ചിട്ടുണ്ട്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അങ്ങനെയാണ്. നമ്മൾ അതിനു വേണ്ടിയുള്ള മനുഷ്യ. പിന്നെ 1-2 പേരൊക്കെ അതിനകത്ത് നിന്ന് മാറി നടക്കുന്നത് എന്തോ കൈപ്പിഴയെന്ന് മാത്രമേ ഞാൻ കരുതുന്നുള്ളൂ. എന്താ ദൈവാനുഭവം എന്ന് പറയുന്നത് പോലും? ദൈവാനുഭവം എന്ന് പറയുന്നത് തന്നെ ഈ ശുദ്ധ സ്നേഹത്തിൻ്റെ അനുഭവം. ചിലപ്പോഴൊക്കെ ഇങ്ങനെ പലരും ചോദിക്കാറുണ്ട്, അച്ഛൻ എന്തെങ്കിലും ദൈവാനുഭവം ഉണ്ടായിട്ടുണ്ടോ? എനിക്കത് ആദ്യകാലങ്ങളിൽ പറയാൻ വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം ഇങ്ങനെ ചെറിയ പ്രായത്തിലൊക്കെ ആശ്രമത്തിൽ ചേർന്നു, ഏതാണ്ട് ഒരേ രീതിയിൽ മുമ്പോട്ട് പോയി. ഇങ്ങനെ ജീവിതത്തെ വല്ലാതെ പിടിച്ചു കുലുക്കിയ അനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. വളരെ നാടകീയം എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന ഒരനുഭവം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ കേൾവിക്കാരുടെ ദൈവാനുഭവ അന്വേഷണങ്ങളെ തൃപ്തിപ്പെടുത്താൻ മാത്രം പറ്റുന്നതല്ല എൻ്റെ ദൈവവിചാരങ്ങളെന്ന് എനിക്ക് എപ്പോഴും അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ആരെങ്കിലും ദൈവാനുഭവമൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് ചോദിച്ചാൽ ഞാൻ വെറുതെ സൈലൻ്റ് ആകും. കാരണം ഒരു ലോ പ്രൊഫൈൽ ഒരു മനുഷ്യനാണ് ഞാൻ. പക്ഷെ ഇപ്പം ആരെങ്കിലും ഇച്ചിരി ദൈവാനുഭവം ഉണ്ടായെന്ന് ചോദിച്ചെന്നാൽ ഞാൻ ഇങ്ങനെ തലയെടുപ്പോടി പറയും, ഉവ്വ് ദൈവാനുഭവം ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. എന്താ കാര്യം? കൃത്യമായ സ്നേഹാനുഭവം കിട്ടുന്നുണ്ട്. ആ സ്നേഹാനുഭവം തന്നെയാണ് ദൈവാനുഭവം എന്നൊക്കെയാണ് ഈ മധ്യവയസ്സിലെത്തുമ്പോൾ എനിക്ക് പിടുത്തം കിട്ടണം. എല്ലായിടത്തും ഇങ്ങനെ സ്നേഹിക്കണം മനുഷ്യരാ, എല്ലായിടത്തും. ഒരു ചെറിയ ചായക്കട വന്നിട്ട് ചായ കുടിച്ച് പുറത്തേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ബില്ല് പേ ചെയ്യാൻ നിൽക്കുമ്പോൾ അവിടെ ഇരിക്കുന്ന മനുഷ്യൻ തലപോലും പൊക്കാതെ പറയണം, വയ്ക്കൂ. അയാൾക്ക് നമ്മൾ കഴിച്ച ആ ദോശയുടെയും ചമ്മന്തിയുടെയും കാശ് ആവശ്യമില്ല. ഇങ്ങനെ ഓരോ ഇടങ്ങളിൽ നമ്മൾ കാണുകയും കണ്ടുമുട്ടുകയും ചെയ്യുന്ന ഓരോ മനുഷ്യരും ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഇങ്ങനെ അവരുടെ സ്നേഹത്തിൻ്റെ ജസ്റ്റർ വെളിപ്പെടുത്തുമ്പോൾ ഇത് തന്നെ ദൈവാനുഭവം. യു ആർ ബീങ് സോ പാഷനേറ്റ്ലി ലൗഡ്. യു ആർ ബീങ് സോ പാഷനേറ്റ്ലി ലൗഡ്. അതെന്ന് നിങ്ങൾക്ക് പിടുത്തം കിട്ടുന്നോ അന്ന് തൊട്ട് ജീവിതം പഴയതല്ല. അതിനുശേഷമുള്ള ജീവിതത്തിന് വല്ലാത്തൊരു ഈർപ്പം ഉണ്ടാകും.
ഞങ്ങളുടെ സന്യാസമൂഹം ആരംഭിച്ചത് അസീസിലെ ഫ്രാൻസിസ് എന്ന് പറഞ്ഞ വിശുദ്ധനാണ്. കുറച്ച് കൃത്യമായിട്ട് പറയണമെങ്കിൽ ഈ പ്രാഞ്ചിയേട്ടനും എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ടുള്ളവർക്ക് അറിയാം, അതിനകത്ത് പറയുന്ന പുണ്യവാനാണ് ഫ്രാൻസിസ്. 24 വയസ്സിൽ അയാൾക്ക് പെട്ടെന്നൊരു ബോധമുണ്ടായി, തന്നെ പൊതിഞ്ഞൊരു സ്നേഹമുണ്ട്. അതിനുശേഷം ഈ മനുഷ്യൻ ഇങ്ങനെ ദീർഘകാലം ഉന്മാദിയായിരുന്നു, ഭ്രാന്ത് പിടിച്ചു. കമ്പോളങ്ങളിലും തെരുവീഥികളിലും ഇങ്ങനെ ചങ്കത്തടിച്ച് നിലവിളിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു, സ്നേഹമേ, എൻ്റെ സ്നേഹിക്കപ്പെടാതെ പോയ സ്നേഹമേ. ഇത്രയും കാലം എന്നെ പൊതിഞ്ഞൊരു സ്നേഹം ഉണ്ടായിട്ട് എനിക്കതിനെക്കുറിച്ച് കാര്യമായ ധാരണയൊന്നും കിട്ടിയില്ല, ഇപ്പം കിട്ടുന്നു. ഇതിനകത്തുനിന്നാണ് എല്ലാ നദികളും ആരംഭിക്കണം. ഒരു ചെറിയ പെൺകുട്ടിയുടെ ദൈവാനുഭവം ഞാൻ ഒരിക്കലും മറക്കില്ല. അവളിങ്ങനെ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അവളുടെ സ്കൂളിനടുത്തായിട്ടൊരു പള്ളിയുണ്ട്, പള്ളിക്കൊരു മണിമാളികയുണ്ട്, ബെൽഫ്രി ഉണ്ട്. അതിൻ്റെ ഏറ്റവും മുകളിലത്തെ കുടിസുമുറിയിൽ പ്രാവുകൾ കൂട്ടിയിട്ടുണ്ട്. ഒരു ദിവസം സ്കൂൾ വിട്ട് വരുമ്പോൾ ഇവക്ക് തോന്നി 2 പ്രാവും കുഞ്ഞുങ്ങളെ പിടിച്ച് വീട്ടിൽ കൊണ്ട് വളർത്താം. അങ്ങനെ അതിൻ്റെ ആ പിരിയം കോവണി വലിഞ്ഞു കയറുമ്പോഴാണ് ക്ലാസ്സിൽ പഠിക്കുന്നൊരു പയ്യൻ പറഞ്ഞു, എടി ഞാനും വന്നോട്ടെ. ഓ വന്നോളാം പറഞ്ഞു. 2 മക്കൾ കൂടി വലിഞ്ഞു കയറി മുകളിൽ ചെല്ലുമ്പോൾ പ്രാവുകളൊക്കെ പറന്നുപോയി. ഏതായാലും ഇവിടം വരെ വന്നതല്ലേ, എന്തെങ്കിലും മിണ്ടിയും പറഞ്ഞിരിക്കാമെന്നൊക്കെ ഓർത്തിട്ടിങ്ങനെ മിണ്ടിയും പറഞ്ഞിരിക്കുന്നതിനിടയിൽ സന്ധ്യ കയറി കടുത്ത് അറിഞ്ഞില്ല, ഇരുട്ടായതറിഞ്ഞില്ല. അപ്പോൾ ഈ കുഞ്ഞുങ്ങൾ ശ്രദ്ധിച്ചു, ആരോ ഇങ്ങനെ ഈ പടവുളി ചവിട്ടി വരുന്നുണ്ട്, കിതച്ചും നിന്നും. എന്നിട്ട് ഈ കുടിസുമുറിയിലെത്തിയിട്ട് കുഞ്ഞുങ്ങളോട് ചോദിച്ചു, മക്കളെ, നിങ്ങളിവിടെ എന്താ ചെയ്യണം? ഒരാണും പെണ്ണും പള്ളിയുടെ മണിമാളികയിലുണ്ടെന്ന് അങ്ങാടി വർത്താനം ആരംഭിച്ചിട്ടുണ്ട്. ആൺകുട്ടിയും പെൺകുട്ടിയും അല്ല കേട്ടോ, ആണും പെണ്ണും. കഥ മാറാൻ പോവുകയാണ്. പെട്ടെന്ന് ഇറങ്ങി വാ. നോക്കുമ്പോൾ സ്കൂൾ മുറ്റത്തിരുന്ന് ചെറിയ സാധനങ്ങൾ വിറ്റ് പശി കിടക്കുന്നൊരു വൃദ്ധനാണ്, യൂപ്പിലിട്ടതൊക്കെ വിറ്റ് ജീവിക്കുന്നൊരു മനുഷ്യനാണ്. അയാളാ വന്നിരിക്കണത് കതച്ച്. പെട്ടെന്ന് 13 വയസ്സുള്ള ഈ ചെറിയ പെൺകുട്ടിക്ക് തോന്നി, ദൈവം തൻ്റെ ആരുമല്ലാത്ത ഈ അപ്പച്ചനിലൂടെ തന്നെ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നതായിട്ട്. അവളുടെ കണ്ണിങ്ങനെ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. ഇപ്പം ഈ പറഞ്ഞ ആൾക്ക് ഒരു 30-35 വയസ്സുണ്ട്. ജീവിതം വളരെ കഠിനമായ ചില ദുരിതമുഖങ്ങളിലൂടെ അവളെ കൂട്ടിക്കൊണ്ട് പോയിട്ടുണ്ട്. എന്നിട്ടും ആ പള്ളിമുറ്റത്തുനിന്ന് കിട്ടിയ ആ ഒരു സ്നേഹാനുഭവത്തിൽ അവളിപ്പോഴും ഈർപ്പത്തിൽ ജീവിക്കുന്നു, കുലീനമായിട്ട് ജീവിക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഒന്നാമത്തെ വിചാരം, ഈ സ്നേഹാനുഭവത്തിനുണ്ടാകുന്ന നദികൾ, ആ ഈർപ്പം. അതുകൊണ്ടൊക്കെയാണ് യോഹന്നാൻ പറയണത്, ഹി ഹാസ് ലവ്ഡ് us ഫസ്റ്റ്, therefore we love each other. വെറുതെ ഒന്നും സ്നേഹമൊന്നും ഉണ്ടാവത്തൊന്നുമില്ല, വാശി പിടിച്ചാലൊന്നും സ്നേഹം ഉണ്ടാവത്തില്ല. അതിന് കൃത്യമായൊരു സ്നേഹാനുഭവത്തിൻ്റെ ഒരു മുന്നനുഭവം ഉണ്ടാവണം. യേശു തന്നെ പറയുന്ന കണക്കിങ്ങനെ അവനവനില്ലാത്തവൻ അവനെ കൊടുക്കുക. നമ്മൾ ബീങ് സോ പാഷനേറ്റ്ലി ലൗഡ്. ഇനി വെറുതെ നമുക്ക് ഈ സ്വയം നദിയാണോ ഇല്ല എന്ന് തിരിച്ചറിയാനായിട്ടുള്ള 6 ചെറിയ ഒരു ചെക്ക് ലിസ്റ്റ് ഒന്ന് കാണാമെന്ന് വിചാരിക്കുക. ഒന്ന്, നിങ്ങളിപ്പോഴും ഒഴുകുന്നുണ്ടോ? ഡു യു സ്റ്റിൽ ഫ്ലോ? ചിലപ്പോഴെങ്കിലും ഇങ്ങനെ ജീവിതത്തിൻ്റെ ഒഴുക്ക് നിന്ന് പോകുന്നുണ്ടോ? പലരുടെയും ജീവിതത്തിൻ്റെ ഒഴുക്ക് ചില പ്രത്യേക ഘട്ടങ്ങളിൽ നിന്ന് പോയതായിട്ട് അനുഭവപ്പെടും. ഒരാളുടെ ശവകുടീരത്തിൽ എഴുതി വച്ചിരിക്കുന്ന കണക്ക് 40-ാം വയസ്സിൽ മരിച്ചു, 60-ാം വയസ്സിൽ അടക്കി അവരാണ്. ഡൈഡ് ഇൻ 40 ആൻഡ് ബറിഡ് ഇൻ 60. ഒരു പ്രത്യേക ഘട്ടത്തിൽ വെച്ചിങ്ങനെ മനുഷ്യരിങ്ങനെ ജീവിതം നിലച്ചു പോകുന്നു. ഇത് അകക്കണ്ണി കണ്ടിട്ടാണ് ആ മരപ്പണിക്കാരൻ കട്ടമരത്തിലിരുന്ന് ഇങ്ങനെ പറഞ്ഞത്, ഇത് മരിച്ചവരടക്കുന്ന ഭൂമിയാണ്. എന്തൊരു വാക്കത്! ഇത് മരിച്ചവരടക്കുന്ന ഭൂമിയാണ്. നോട്ട് മെനി ഓഫ് us are truly alive. We are not alive. എന്തിനാ 10-33 വർഷം അയാൾ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത്? മടങ്ങി പോകുമ്പോൾ കൃത്യമായിട്ട് പറഞ്ഞു,
ഞാൻ വന്നിരിക്കുന്നത് ജീവൻ നൽകാനും ജീവൻ സമൃദ്ധമായിട്ട് നൽകാനും വേണ്ടി. ലൈഫ് ആൻഡ് ലൈഫ് ഇൻ പ്ലെനിറ്റ്യൂഡ്. ഇറ്റ്സ് പ്ലെനിറ്റ്യൂഡ്. എത്ര പേർക്ക് ഇങ്ങനെ ചങ്കുറപ്പോടി പറയാൻ പറ്റും പ്ലെനിറ്റ്യൂഡ്, സമൃദ്ധമായ ജീവനുണ്ടെന്ന്? കഷ്ടിച്ചിങ്ങനെ ഒഴുകിപ്പോണ ജീവിതമാണ്. കുറെ കൂടി ഭംഗിയായിട്ട് ഒഴുകണ്ടേ? ഇപ്പോൾ ഒന്നാം പാട് ഇത്രയേ ഉള്ളൂ. നിങ്ങളിപ്പോഴും ഒഴുകണുണ്ടോ? ഡു യു സ്റ്റിൽ ഫ്ലോ? ഒരു വീടിനകത്ത് ഒരു മകൾക്ക് മെഡിക്കൽ എൻട്രൻസിന് റാങ്കിലുണ്ട്. പക്ഷെ ഭീമമായ തുകയുണ്ട് അതിനകത്തൊക്കെ ഇപ്പോഴേ. അതുകൊണ്ട് തന്നെ അത് എടുക്കണ്ടെന്ന് ആ കുട്ടിയുടെ അച്ഛനും അമ്മയും തീരുമാനിക്കുക. രണ്ടുപേരും സർക്കാർ ജോലിക്കാരാണ്. പക്ഷെ അവർക്ക് തോന്നി തങ്ങൾക്കിതുകൊണ്ട് താങ്ങാൻ പറ്റത്തില്ലേ കുട്ടിയുടെ പഠനം. അവരോട് ഒരു കുട്ടിയുടെ ഭംഗിയുള്ള സ്വപ്നത്തിന് ഒരു പൂർണ്ണവിരാമം വീഴാൻ പോവുക. അപ്പോൾ ആ വീടിനകത്ത് ഇരിക്കുന്ന കൂനിപ്പിടിച്ചിരിക്കുന്ന ആ വീട്ടിലെ അപ്പൂപ്പൻ, ഈ കുഞ്ഞിൻ്റെ അപ്പൂപ്പൻ, ഇവരുടെ അപ്പൻ വന്നിട്ട് പറയുന്നു, എനിക്കിത്തിരി പെൻഷൻ കാശ് കിട്ടിയത് ബാങ്കിൽ കിടപ്പുണ്ട്, ഇത്രയേ ഉള്ളൂ. അതിങ്ങനെ എഴുതി കൊടുത്തിട്ട് പറഞ്ഞു, ഇത് വെച്ച് ആരംഭിക്കുക. ആരാണ് ആ വീടിനകത്തെ ലൈവ്? കുറച്ചുകൂടി യൗവനമുണ്ടെന്ന് കരുതുന്ന ഈ 40-ലെ അച്ഛനും അമ്മയോ 80-ലെ ആ വയോധികനായ മനുഷ്യനോ? അങ്ങനെ മുമ്പോട്ട് ഒഴുകാനും ഒഴുകാനുള്ള പ്രേരണയും ഒക്കെ ഒന്നതാണ് ഒഴുകിക്കൊണ്ടിരിക്കുക എന്നുള്ള. വിശേഷിച്ച് എന്തെങ്കിലുമൊക്കെ ദുരന്തം സംഭവിച്ചു കഴിയുമ്പോൾ പിന്നെ ജീവിതം സ്റ്റാൻഡ് സ്റ്റില്ല, പിന്നെ മുമ്പോട്ട് പോകണില്ല. ഒരു ഫ്രസ്ട്രേഷൻ സംഭവിക്കുമ്പോൾ, ഒരു സൗഹൃദം തകർന്നു പോകുമ്പോൾ, പ്രണയം തകർന്നു പോകുമ്പോൾ, ഉറ്റവരുടെ വിയോഗം, പിന്നെ മനുഷ്യൻ മുമ്പോട്ട് പോണേ ഇല്ല. അതുകൊണ്ടൊക്കെയാണ് പഴയ നിയമത്തിൽ ആ സംഭവം നമ്മൾ ഓർക്കണം. നഗരം കത്തിയെരിയുമ്പോൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താണത്? തിരിഞ്ഞു നോക്കരുത്. ഒരായുസ്സിൽ എത്ര നഗരം കത്തിയെരിഞ്ഞു പോകേണ്ടി വരുന്ന വിധിയുള്ള മനുഷ്യരാണ് നമ്മൾ. എത്രയോ നഗരങ്ങൾ, നമ്മുടെ സങ്കല്പ ഇടങ്ങളാണ് ഈ നഗരം എന്ന് പറയണതേ. അത് കത്തിപ്പോയി കഴിഞ്ഞെന്നാൽ ചെയ്യാവുന്നൊരൊറ്റ കാര്യമേ ഉള്ളൂ, തിരിഞ്ഞു നോക്കാതെ മുമ്പോട്ട് പോവുക. ലോത്ത് മുമ്പോട്ട് പോകുന്നുണ്ട്, അയാളുടെ ഭാര്യ തിരിഞ്ഞു നോക്കുന്നു, അവൾ ഉപ്പുതൂണായി പോകുന്നു. ഇങ്ങനെ കൈവിട്ടുപോയ, കളഞ്ഞു പോയ അനുഭവങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞെന്നാൽ മനുഷ്യ ഉപ്പുതൂണായി പോകും. അതുകൊണ്ട് മുമ്പോട്ട് പോവുക. ഇന്ദിരാഗാന്ധിയുടെ മരണത്തിന് ശേഷം നമ്മുടെ നാട്ടിൽ വലിയൊരു വംശീയ ഹത്യ നടന്നു. ഇന്ദിരയെ കൊന്നത് സിഖനായതിൻ്റെ പേരിൽ, സിഖ് വിശ്വാസിയായതിൻ്റെ പേരിൽ സിഖ് ക്ലസ്റ്ററുകളെ വെറുതെ കത്തിച്ചു കളഞ്ഞു. സെൻസറിങ് ഒക്കെ ഉണ്ടായിരുന്നൊരു കാലമായതുകൊണ്ട് നമുക്കതിൻ്റെ ആ മാഗ്നിറ്റ്യൂഡൊന്നും ഇപ്പോഴും അറിയാൻ പാടില്ല, എത്ര പേര് കൊല്ലപ്പെട്ടെന്നും. അന്നിങ്ങനെ കുടുംബം നഷ്ടമായ ഒരു സിഖ് ഒരു ടാക്സി ഡ്രൈവറുണ്ട്. വർഷങ്ങൾക്ക് ശേഷം അയാളെ ഡൽഹി വെച്ചിട്ട് ഒരു മലയാളി പത്രപ്രവർത്തകൻ വീണ്ടും കാണുകയാണ്. അപ്പോൾ ചോദിച്ചു, അപ്പോൾ അനുഭവത്തോടെ പറഞ്ഞു, നിങ്ങൾക്ക് സംഭവിച്ച ദുരന്തമൊക്കെ ഞാൻ അറിഞ്ഞു കേട്ട. അപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞു, സാബ് ഞാൻ ഡ്രൈവറാ, വണ്ടി ഓടിക്കുമ്പോൾ ഈ വശത്തെ കണ്ണാടിയിലേക്ക് നോക്കും, അപ്പോൾ എല്ലാം എനിക്ക് കാണാം, എന്തൊക്കെ എന്നോടൊപ്പം ഉണ്ടായിരുന്നു, എന്തൊക്കെ എന്നിൽ നിന്ന് കളഞ്ഞുപോയി. ഒരു ചെറിയ വീട്, അതിൻ്റെ ഉമ്മറത്തിരിക്കുന്നൊരു സ്ത്രീ, അവളുടെ മടിയിൽ ചാഞ്ഞു കിടക്കുന്ന 2 ചെറിയ പെൺകുട്ടികൾ, പിന്നെ ആരോ എറിഞ്ഞൊരു പന്തം, കത്തിപ്പോയി. ഒരു പിടിച്ചാരം, വിഭൂതി. എന്നാലും സാബ് ഞാൻ ഡ്രൈവറാ, എനിക്കിങ്ങനെ പുറകോട്ട് നോക്കി വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് പതുക്കെ ഒന്ന് കണ്ണു തുടച്ചിട്ട് ഞാൻ വീണ്ടും ചക്രം മുമ്പോട്ട് പിടിക്കും. എന്തായാലും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് പോലും ഇത്രയും കൊടിയ ദുരന്തമൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല. ചെറിയ ദുരന്തങ്ങൾ സംഭവിക്കുമ്പോൾ ഈ ടാക്സി ഡ്രൈവർ ഒന്ന് ഓർത്താൽ നല്ലതാണ്. ഒന്ന് കണ്ണു ഉടച്ചിട്ട് വീണ്ടും ചക്രം ഇങ്ങനെ മുമ്പോട്ട് പിടിക്കും. അപ്പോൾ ഒന്നതാ ഫ്ലോ ടിൽ ദി എൻഡ്. ഈ കണ്ണടയുവോളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക. രണ്ടാമതായിട്ട്, ഡു യു അക്സെപ്റ്റ്
നിങ്ങൾ എല്ലാത്തിനെയും സ്വീകരിക്കുന്നുണ്ടോ? നദി എല്ലാത്തിനെയും സ്വീകരിക്കുന്നുണ്ട്. കുറച്ച് യാത്രയുടെയൊക്കെ ഒരു കാലം ഉണ്ടായിരുന്നു. വടക്കേന്ത്യയിലാണ്. അത് നദികളെന്നൊക്കെ പറയണത് നമുക്ക് വലിയ സന്തോഷമുള്ള സംഭവമായിരുന്നു. ഇപ്പം നദികളുടെയൊക്കെ പിന്നാലെ കുറേ നടന്നിട്ടുണ്ട്. വടക്കേന്ത്യയിൽ നദി എന്നൊക്കെ പറയുന്നത് ഇങ്ങനെ മൂർത്തികളാണ്, വലിയ ആദരവും സ്നേഹവും കിട്ടുന്ന ഇടങ്ങളാണ്. പൂക്കളെറിയുന്ന പൂജാരിമാർ ചെറിയ മൺകുടങ്ങളിൽ പാല് കൊണ്ടുവന്നിട്ട് അതിൻ്റെ പടവുകളിലും താഴോട്ടൊഴുക്കി വിടുന്ന സ്ത്രീകൾ, ദീപാവലിയിൽ ചെറിയ ചിരാതുകൾ തെളിച്ച് ഒഴുക്കി വിടുന്ന കുഞ്ഞുങ്ങൾ, പിന്നെ മുമ്പോട്ട് പോകുമ്പോൾ ശവങ്ങൾ സംസ്കരിക്കുന്ന തീരങ്ങളാണ്. ചിലപ്പോൾ പാതിവെന്തൊരു ശരീരത്തെ എടുത്ത് അവർ പുഴയിലേക്ക് എറിയും. ഗംഗയിലൊക്കെ കുളിക്കുമ്പോൾ ചിലപ്പോൾ വന്ന് തട്ടുന്നത് മൃതശരീരങ്ങളാണ്. പുഴ എല്ലാത്തിനെയും സ്വീകരിക്കുന്നു, പൂക്കളെയും പാതിവെന്ത ശവങ്ങളെയും ഒരേപോലെ. രണ്ടാം പാഠം ഇത്രയേ ഉള്ളൂ, ക്യാൻ യു അക്സെപ്റ്റ് ലൈഫ്? എന്തുമാത്രം ഒഴുകിയ മനുഷ്യരാ. ഏതൊക്കെ കേരളത്തിലെ ചെറിയ ഗ്രാമങ്ങളിൽ നിന്നിട്ട് ഇപ്പോൾ എവിടെയൊക്കെ നമ്മൾ എത്തിയിരിക്കണം. ഈ ഒഴുക്കിനിടയിൽ ഓരോരോ തീരങ്ങളിൽ നിങ്ങൾക്ക് കിട്ടിയ അനുഭവങ്ങളെക്കുറിച്ച് പറയാനായിട്ട് കൃത്യതയോട് പറയാൻ പറ്റില്ലെങ്കിൽ ഉറപ്പാണ് കുറേ നെഗറ്റീവ് അനുഭവങ്ങളുടെ ജീവിതം കടന്നു പോയിട്ടുണ്ടാകും, തർക്കമില്ല. ഇതിനെയൊക്കെ ഒന്ന് കുലീനമായിട്ട് സ്വീകരിക്കാൻ പറ്റുമോ? വലിയ വേദപുസ്തകമാണ് നമ്മുടേത്. ആ വലിയ വേദപുസ്തകത്തിൽ നിന്ന് ഇഷ്ടമുള്ളൊരു തിരുവചനം തപ്പിയെടുക്കാനായിട്ട് ആരെങ്കിലും എന്നോട് ആവശ്യപ്പെടുകയാണെങ്കിൽ ഞാൻ എപ്പോഴും തപ്പിയെടുക്കുന്ന ഒരൊറ്റ വാക്കാണ് ലൂക്ക 10:8. എന്താണത്? വിളമ്പിയത് ഭക്ഷിക്കുക. ഈറ്റ് വാട്ട് ഈസ് സെറ്റ്. ഈറ്റ് വാട്ട് ഈസ് സെറ്റ്. എന്തൊക്കെയാണ് ജീവിതം നിങ്ങളുടെ മേശയെ വിളമ്പി വെച്ചൊന്നൊരു പിടുത്തവും ഇല്ല. എന്ത് വിളമ്പിയാലും അതിനെ സ്വീകരിക്കാൻ മനസ്സിനെ പഠിപ്പിക്കുന്നത് നല്ലതാണ്. ഞാൻ 10-20 വർഷമായി ഇങ്ങനെ സുവിശേഷ പ്രഘോഷത്തിൽ ഏർപ്പെടാൻ തുടങ്ങിയിട്ട്, ചെറിയ പ്രായം തൊട്ടേ. പക്ഷെ ഇതുവരെ ഞാൻ പറയാത്തൊരു വാക്കുണ്ട്. അത് അത്ഭുതം എന്ന് പറഞ്ഞൊരു വാക്കാണ്, മിറക്കിൾ. ഇന്നോളം ആ വാക്ക് ഉപയോഗിച്ചിട്ടില്ല. എനിക്ക് മിറക്കിളിൽ വിശ്വാസക്കുറവൊന്നുമില്ല. മാർക്കിൻ്റെ സുവിശേഷമൊക്കെ അവസാനിക്കുന്നത് ഇങ്ങനെയാണ്: അവൻ അത്ഭുതങ്ങൾ കൊണ്ട് തൻ്റെ പഠനങ്ങളെ സ്ഥിരീകരിച്ചു. പഠിപ്പിക്കുന്ന കാര്യങ്ങൾക്ക് യേശുവുമായി ബന്ധമുണ്ടെന്നുള്ളതിൻ്റെ അറ്റസ്റ്റേഷനാണ് ഈ മിറക്കിൾ എന്ന് പറയണത്. ഉണ്ട്, മിറക്കിളിനോടൊരു അവിശ്വാസം തോന്നിയിട്ടില്ല. പക്ഷെ എന്നാലും ഞാൻ ഈ പദത്തെ ഒഴിവാക്കി. എന്തുകൊണ്ടാണ് കാര്യം? ആ ചെറിയ പ്രായം തൊട്ടേ എനിക്ക് കിട്ടിക്കൊണ്ടിരുന്ന കേൾവിക്കാർ നിങ്ങളെ കണക്കുള്ള കേൾവിക്കാരാ. അങ്ങനെ കുറേ കൂടി പ്രകാശവും ഇങ്ങനെ പ്രബുദ്ധതയുമൊക്കെ ഉള്ള കേൾവിക്കാരാ. അവരോട് അത്ഭുതങ്ങളെക്കുറിച്ച് പറയേണ്ടത് ഞാൻ തീരുമാനിച്ചു. എന്താണ് കാര്യം? അത്ഭുതം എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം തന്നെ ഇതാണ്: മറ്റൊന്ന് സാധ്യമാണ്. ഓൾട്ടർനേറ്റീവ്സ് ആർ പോസിബിൾ. ജീവിതത്തിലെ 100 കാര്യങ്ങളിൽ 99 കാര്യങ്ങൾക്കകത്തും മറ്റൊന്നും സാധ്യമല്ല. ഏതിനാ ഒരു ഓൾട്ടർനേറ്റീവ് ഉള്ളത്? ഒത്തിരി അത്ഭുതങ്ങൾ നമ്മുടെയൊക്കെ ഈ ധ്യാനകേന്ദ്രങ്ങളിൽ നടക്കുന്നുണ്ട്, കൺവെൻഷൻ മതിലിൽ നടക്കുന്നുണ്ട്. പക്ഷെ അതിനെയൊക്കെ കുറച്ച് മാറി നിരീക്ഷിക്കുന്ന ഒരാളെന്ന നിലയിൽ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം വേണമെങ്കിൽ ഉദാഹരണമായിട്ട് പറയാവുന്നേ ഉള്ളൂ. എന്താണത്? ഇങ്ങനെ ബുദ്ധിമാന്യമുള്ളൊരു കുട്ടി നമ്മുടെ ഈ ഹീലിംഗ് സർവീസിന് ശേഷം സാധാരണ കുട്ടിയായിട്ട് മാറുന്ന അനുഭവങ്ങൾ എങ്ങൊന്നും കേട്ടിട്ടില്ല. ഒരു മെൻ്റൽ റിട്ടാർഡായ കുട്ടി, ഡൗൺ സിൻഡ്രോം ഉള്ളൊരു കുട്ടി, ഓട്ടിസം ഉള്ളൊരു കുട്ടിയൊക്കെ ഈ പ്രാർത്ഥനയ്ക്ക് ശേഷം ഒരു നോർമൽ ചൈൽഡായി മാറുന്നത്. എന്നിട്ടും ഞങ്ങളുടെ കണക്കൊരു ധ്യാനാശ്രമത്തിൽ നടക്കുന്നൊരു കാര്യം എടുക്കുക. അവിടെ ഇങ്ങനെ മീരാ ഹരി എന്ന് പറയുന്ന ദമ്പതികൾ അവരുടെ ഓട്ടിസമുള്ള മുത്തെന്ന് പറഞ്ഞൊരു കുട്ടിയായിട്ട് വരികയാണ്. ഇവിടെ ഇങ്ങനെ പ്രാർത്ഥനകളൊക്കെ നടക്കുമ്പോൾ ഈ മീരയും ഹരിയും കൂടി മുത്തിൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുകയാണ്: ഞങ്ങളുടെ മുത്തിനെ സൗഖ്യപ്പെടുത്തണമേ, ഞങ്ങളുടെ മുത്തിനെ സൗഖ്യപ്പെടുത്തണമേ. പ്രത്യേകിച്ചൊന്നും സംഭവിക്കാനായിട്ട് നമുക്ക് തോന്നുന്നില്ല, സംഭവിച്ചുമില്ല. എന്നിട്ടും എന്തോ ചില കാര്യങ്ങൾക്കകത്ത് പ്രകാശം കിട്ടി. ഒരു 5 ദിവസം ഇരുന്ന് ചില കാര്യങ്ങളൊക്കെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം പ്രഭാഷണത്തിന് വന്ന വൈദികൻ പറഞ്ഞു: ദൈവത്തിൻ്റെ കൈവശം ഒരു കുഞ്ഞുണ്ടായിരുന്നു. കുറച്ച്
ബുദ്ധിയുടെ പ്രശ്നങ്ങളൊരു കുഞ്ഞ്, മുത്തുന്ന പേര്. ആരുടെ കയ്യിൽ ഈ കുഞ്ഞിനെ കൊടുത്തു കഴിഞ്ഞെന്നാൽ അവരാ കുഞ്ഞിനെ പൊന്നുപോലെ നോക്കുമെന്നറിയാൻ അവിടെ നിന്നിങ്ങനെ ഭൂമി മുഴുവൻ പരിശോധിച്ചു. എന്നിട്ട് ഒരു മീരയും ഹരിയും കണ്ടു, അവർക്ക് കൊടുത്തു. ദൈവത്തിന് സ്തുതിയായിരിക്കട്ടെ. മീരയുടെ കണ്ണും നിറഞ്ഞൊഴുകുന്നുണ്ട്. രാത്രിയിൽ ഒരുമിച്ചിരിക്കുമ്പോൾ മീര ഹരിയോട് പറഞ്ഞു, ഹരിയേട്ട, നമ്മുടെ ഈ വാവയെ വേറെ ആരെങ്കിലും കൊടുത്തിരുന്നെങ്കിൽ അവരാ കുഞ്ഞിനെ കുറേ ബുദ്ധിമുട്ടിപ്പിച്ചേനെ. ഏതെങ്കിലും സ്പെഷ്യൽ സ്കൂളിൽ കൊണ്ടുപോയി എന്നേക്കുമായിട്ട് വിട്ടുകളഞ്ഞേനെ. നമുക്ക് ആ കുഞ്ഞിനെ പൊന്നുപോലെ നോക്കാമെന്ന് അവിടത്തേക്ക് അറിയാവുന്നതുകൊണ്ട് നമുക്ക് തന്നെ തന്നല്ല. ധ്യാനം കഴിയുമ്പോൾ നിങ്ങൾ കൂടി എൻ്റെ കൂടെ നിൽക്കണം. എങ്ങനെയാണ് ഈ മീരയും ഹരിയും കൂടി മുത്തിനെ കൊണ്ടുപോകണമെന്ന് അങ്ങനെ ചേർത്ത് പിടിച്ചാൽ കൊണ്ടുപോകണം. പ്രത്യേകമായിട്ട് ഏൽപ്പിച്ച കുട്ടിയാണ്. നല്ല ശ്രദ്ധ വേണം. ഇപ്പോൾ അവർക്ക് ആദ്യമായിട്ട് ആ വാക്കിൻ്റെ അർത്ഥം മനസ്സിലായി, സ്പെഷ്യൽ ചൈൽഡ്. ഇത്രയും കാലം അവർ വിചാരിച്ചു എന്തെങ്കിലും കുറവുള്ള കുഞ്ഞുങ്ങൾ കിട്ടുന്ന ടെക്നിക്കലായ പദമാണ് ഈ സ്പെഷ്യൽ ചൈൽഡ്. ഇപ്പോൾ അവർക്ക് മനസ്സിലായി, പ്രത്യേക സ്നേഹം ആവശ്യമുള്ള കുഞ്ഞുങ്ങളുടെ പേരാണ് സ്പെഷ്യൽ ചിൽഡ്രൻ. ഞാൻ ഇതിനെ വിളിക്കുന്ന വാക്കാണ് അത്ഭുതം. ഇത്രയും കാലം നിങ്ങൾ എന്തിനെ തള്ളിപ്പറഞ്ഞോ, എന്തിനെ തട്ടിമാറ്റാൻ ശ്രമിച്ചോ, അതിനിങ്ങനെ ചേർത്ത് പിടിക്കാനായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്ന ബലം. രണ്ടത്, അക്സെപ്റ്റ് ലൈഫ്. ഇന്ന് ഈ ദിവസം ഞാൻ പറയുന്ന മുഴുവൻ കാര്യങ്ങളും നിങ്ങളും വിട്ടുപോയിക്കോളൂ, മറന്നു കളഞ്ഞേക്കൂ. എന്നാലും ഈ ഒരു കുഞ്ഞു വചനം ഒന്ന് മനസ്സിൽ കിടന്നേക്കണം. ലൂക്ക 10:8, വിളമ്പിയത് ഭക്ഷിക്കുക. എന്തൊക്കെയാണ് എൻ്റെ മേശയിൽ നീ വിളമ്പി വെക്കുന്നൊരു പിടുത്തമില്ല. ഇതൊരു പള്ളിയിൽ ഇങ്ങനെ കൺസിസ്റ്റൻ്റായിട്ടൊരു 5 സർവീസുള്ളൊരു പള്ളിയാണ്. നൊവേന പള്ളി എന്നൊക്കെ പറയും നാട്ടിലെ. ഈ 5 സർവീസിനും ഒരേ ഹോമിൽ തന്നെ നമ്മൾ പറയണത്. ഇതിങ്ങനെ ഞാൻ അടുപ്പിച്ചുള്ള 5 സർവീസിന് പറയേണ്ട ഒരു ബാധ്യത വന്നു. ഈ 5 സർവീസിനും ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ മുമ്പിരിപ്പുണ്ട്. അപ്പം ഇങ്ങനെ ഒരേ കാര്യം തന്നെ പറയുന്നതിൻ്റെയൊക്കെ ഒരു ചളിപ്പ് നമുക്കുണ്ട്. ഇതെല്ലാം കഴിയുമ്പോൾ അയാൾ ഇങ്ങനെ വസ്ത്രങ്ങൾ മാറുന്നിടത്തേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, ഞാൻ തൊട്ടടുത്ത കോളേജിൽ അധ്യാപകനാണ്. രാവിലെ വന്ന് ഇങ്ങനെ ഒരു സർവീസ് കൂടി പോകുന്ന രീതിയുണ്ട്. അങ്ങനെ വന്നിരുന്നപ്പോഴാണ് ഈ മുത്തിൻ്റെ കഥ കേട്ടത്. അപ്പം അത് പിന്നെയും കേൾക്കണമെന്ന് തോന്നി. അങ്ങനെ അടുപ്പിച്ചിരുന്ന് 5 പ്രാവശ്യം കേട്ടു. സർ, എന്താ നിങ്ങൾ അലട്ടണത്? അയാൾ പറഞ്ഞു, എല്ലാവരും കൂടി എൻ്റെ ജീവിതത്തോട് ചേർത്ത് വെച്ചത് ഭ്രാന്ത് പിടിച്ചൊരു സ്ത്രീയാണ്. പള്ളിയിലിങ്ങനെ മിന്നു കെട്ടാൻ നേരത്ത് എനിക്കിത് കൃത്യമായിട്ട് മനസ്സിലായി. ഞാനിപ്പോൾ കല്യാണം കഴിക്കാൻ പോകുന്നത് ഇങ്ങനെ കൃത്യമായിട്ട് ഭ്രാന്തുള്ളൊരു സ്ത്രീയാണ്. അത്രയും ബ്ലാങ്ക് അവരെ. പിന്നെ ഈ ഉയർത്തിയ കൈ താത്തിയില്ലെന്ന് മാത്രമേ ഉള്ളൂ. അന്വേഷിച്ചറിഞ്ഞപ്പോൾ മനസ്സിലായി, കൊടിയ മാനസിക പ്രശ്നങ്ങൾക്ക് ദീർഘകാലമായിട്ട് ചികിത്സയിലായിരുന്നൊരു സ്ത്രീയായിരുന്നു അവർ. എനിക്ക് ലോകത്തോട് മുഴുവൻ പകയാണ്. ഒരാളെപ്പോലും വിഷമിപ്പിക്കാത്ത, ഒരാളോട് പോലും കള്ളം പറയാത്ത എന്നെ എല്ലാവരും കൂടി ഭംഗിയായിട്ട് കളിപ്പിച്ചു. പക്ഷെ ഇവിടെ ഇരുന്ന് ഈ കാര്യങ്ങൾ കേട്ടുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ആ കഥയെ എനിക്കിണങ്ങി മറ്റുള്ളൊന്ന് വായിക്കാൻ ശ്രമിച്ചു. എന്താണാവോ ഇനിയുള്ളതൊക്കെ ഒന്ന് പേരുമാറി പറയുകയാണ്. ദൈവത്തിൻ്റെ കൈവശം ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു, ശിഖ എന്ന് പറഞ്ഞൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു. കുറേ മാനസിക പ്രശ്നങ്ങളൊരു പെൺകുട്ടി. അവളുടെ സ്നേഹസമ്പന്നമായ മാതാപിതാക്കന്മാരുടെ കാലശേഷം ആരുടെ കയ്യിൽ ഈ കുഞ്ഞിനെ കൊടുത്തു കഴിഞ്ഞെന്നാൽ അവരാ കുഞ്ഞിനെ പൊന്നുപോലെ നോക്കുമെന്നറിയാൻ അവിടെ ഇങ്ങനെ ഭൂമി മുഴുവൻ തപ്പി. എന്നിട്ട് ഒരു ജോജിയെ കണ്ടു. ജോജിക്ക് തന്നു. തുതിയായിരിക്കട്ടെ. കൈ ഇങ്ങനെ പിടിച്ച് പുറത്തേക്ക് പോയി. ഇത് നടക്കണ ഒരു 15 വർഷം മുമ്പ്. എറണാകുളത്തുണ്ട് അവർ. പേരൊഴിച്ച് ബാക്കിയുള്ളതെല്ലാം ഫാക്റ്റാണ്. എറണാകുളത്ത് പോകുമ്പോൾ ഞാൻ അവരുടെ വീട്ടിൽ പോകാറുണ്ട്. നമ്മളിപ്പോൾ ശിഖയെന്ന് പേരിട്ട ഈ പെൺകുട്ടിക്ക് ശ്രീ ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. പക്ഷെ എന്നിട്ടും ഒരു പുലരിയിൽ ഒരു പള്ളിയിൽ നിന്ന് കിട്ടിയൊരു പുഞ്ചിരി ഈ ജോജി എന്ന് പേരിട്ട് വിളിച്ച ആൾ ഇപ്പോഴും സൂക്ഷിക്കുന്നുണ്ട്. ഈറ്റ് വാട്ട് ഈസ് സെറ്റ്. എന്തൊക്കെയാണ് എൻ്റെ മേശയിൽ നീ വിളമ്പി വെക്കുന്നൊരു പിടുത്തമില്ല. എന്ത് വിളമ്പിയാലും എന്നെ സ്വീകരിക്കാൻ ഞാൻ എൻ്റെ മനസ്സിനെ പഠിപ്പിച്ചിട്ടുണ്ട്. വരേണ്ടതാ. ഇത് ഏറ്റവും ഭംഗിയായിട്ട് പറഞ്ഞിരിക്കുന്ന പൗലോസാ.
പൗലോസ് പറയുന്നുണ്ട്, എൻ്റെ ശരീരത്തിലൊരു മുള്ളുണ്ട്. ഞാനിവിടെ ഇരിക്കുന്ന എല്ലാവരെയും ആ ഒരു സ്നേഹത്തെ കിട്ടുന്ന ഒരു സ്വാതന്ത്ര്യം കൊണ്ടുവന്ന് ചലഞ്ച് ചെയ്യുകയാണ്. ആരെങ്കിലും ഒരാൾ ഈ കൂട്ടത്തിന് എണീറ്റിട്ട് പറയാവോ, എൻ്റെ ചങ്കിൽ മുള്ളില്ലെന്ന്? നിങ്ങൾ ഉപയോഗിക്കുന്ന വേദപുസ്തകത്തിനകത്ത് ശൂലം എന്നാണ് കിടക്കുന്നുണ്ട്. കാതൽ ടെസ്റ്റിനകത്ത് അത് മുള്ളെന്നും. ചങ്കി ശൂലമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? വെറുതെ ഒരാൾ എണീക്കട്ടെ. എല്ലാവരുടെ ചങ്കിലും ഉണ്ട് മുള്ള, ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുടെ ഉള്ളിൽ ഉൾപ്പെടെ. അപ്പം അതിങ്ങനെ മനുഷ്യനായിരിക്കുന്നതിന് വേണ്ടി നിങ്ങൾ കൊടുക്കുന്ന കപ്പ. എന്നിട്ട് ഈ പൗലോസ് പ്രാർത്ഥിക്കുകയാണ്, ഇത് എടുത്തു മാറ്റി. മൂന്നാവർത്തി പ്രാർത്ഥിച്ചെന്നാണ് പറയുന്നത്. മൂന്നാവർത്തി എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഈ എന്തും സമ്പൂർണ്ണമാക്കുന്നതിന് വേണ്ടി വേദപുസ്തകം കരുതി വെക്കുന്ന വാക്കാണെന്ത്? മൂന്നാവർത്തി. 3 times. മൂന്നാവർത്തി ഏറ്റു പറഞ്ഞു, മൂന്നാവർത്തി തള്ളിപ്പറഞ്ഞു, മൂന്നാവർത്തി കൊട്ടുവിളിച്ചു. സോ പോൾ മെയ്ഡ് എ കംപ്ലീറ്റ് പ്രെയർ, ടോട്ടൽ പ്രെയർ. എന്നിട്ട് ദൈവയാളുടെ എന്നാ പറഞ്ഞു? ആ മുള്ള അവിടെ ഇരുന്ന് കൊള്ളട്ടെ, നിനക്കെൻ്റെ കൃപ മതി. ഞാൻ ഇവിടെ ഇതൊന്ന് കൺക്ലൂഡ് ചെയ്യട്ടെ ഈ ആശയം. ആ മുള്ള അവിടെ ഇരുന്ന് കൊള്ളട്ടെ, നിനക്കെൻ്റെ കൃപ മതി. അപ്പോൾ എളുപ്പമൊന്നുമല്ല കേട്ടോ. ഈ വിളമ്പിയത് ഭക്ഷിക്കുക എന്നൊക്കെ കേൾക്കാൻ ഭംഗിയുണ്ട്, പക്ഷേ എളുപ്പമല്ല. ഇത് പഠിപ്പിച്ച ആചാര്യൻ ഇങ്ങനെ 4 നിലയായിട്ട് പൊട്ടിപ്പോയി. വിളമ്പിയത് ഭക്ഷിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങേരുടെ മേശയിലോട്ടൊരു കാര്യം വിളമ്പി കൊടുത്തപ്പോൾ അങ്ങേര് കാണിച്ച അംഗം നിലത്ത് കിടന്നുരുണ്ട് രക്തം വിയർത്ത് ഇങ്ങനെ പറയുകയാണ്, കഴിയുമെങ്കിൽ ഇതെടുത്തു മാറ്റ. എന്നിട്ടോ ഇത്രയും കഠിനമായിട്ടൊന്നും ലോകത്ത് ആരും പ്രാർത്ഥിച്ചിട്ടില്ല. എന്നിട്ടും ആ പാനപാത്രം എടുത്തു മാറ്റിയോ? അപ്പോൾ വരാവുന്നൊരു കുഞ്ഞ് പ്രശ്നം ഇത്രയേ ഉള്ളൂ. പാനപാത്രങ്ങളൊക്കെ ഇങ്ങനെ കുടിക്കാനാണെങ്കിൽ പിന്നെ എന്തിനാ പ്രാർത്ഥിക്കാൻ പോണത്, ധ്യാനത്തിന് പോണത്, ഭജന ഇരിക്കണത്? അതിൻ്റെ കൂടെ ഒരു വരി കിടപ്പുണ്ട്, സ്വർഗത്തിൽ നിന്നൊരു ദൂതം വന്നിട്ട് അവനെ ബലപ്പെടുത്തി. ചില അനുഭവങ്ങൾ സ്വീകരിക്കാനായിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന സ്ട്രെങ്തിൻ്റെ പേരാണ് ദൈവാനുഭവം. നിങ്ങൾക്ക് ഭ്രാന്ത് പിടിച്ചില്ല, നിങ്ങൾ ആത്മഹത്യ ചെയ്തില്ല. എയർപോർട്ടിൽ ഇരിക്കുമ്പോൾ ഒരു മെസ്സേജ് വന്ന് കിടപ്പുണ്ട്, തിരിച്ചു വിളിക്കാൻ പോലും പറ്റിയില്ല. ഒരു 10-35 വയസ്സുള്ള ചെറുപ്പക്കാരൻ തൂങ്ങിയ വാർത്തയാണ്. കഠിനമായ അനുഭവങ്ങൾ വന്നിട്ടും നമ്മൾ ഇപ്പോഴും ഉണ്ടല്ല, മരിച്ചു പോകും, ചത്തുകളയും എന്നൊക്കെ വിചാരിച്ചിട്ടും നമ്മളിപ്പോഴും ഉണ്ടല്ലോ. ഈ സ്ട്രെങ്താണ്. സ്വർഗത്തിൽ നിന്നൊരു ദൂതം വന്നിട്ട് അവനെ ബലപ്പെടുത്തി. ഒരു മനഃശാസ്ത്ര നിരീക്ഷണം അനുസരിച്ചിട്ട് മരിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കാത്ത ഒരു മനുഷ്യനെന്നാണ് പറയണം, ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ വെച്ചിട്ട്. എന്നിട്ടും വളരെ കുറച്ച് പേര് മാത്രമാണ് മരിക്കണത്. എവിടുന്നോ ഒരു സ്ട്രെങ്ത് കിട്ടുന്നുണ്ട്, അതിന് സ്തുതിയായിരിക്കട്ടെ. ഒരു മാലാഖ വന്നിട്ട് ശക്തിപ്പെടുത്തുന്ന പറയണേ. അതൊരു നല്ല മനുഷ്യനായിരിക്കാം, കേട്ടൊരു തിരുവചനമായിരിക്കാം, മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ചങ്ങാതിയായിരിക്കാം, വായിച്ചൊരു പുസ്തകമാവാം. എവിടുന്നോ ഒരു ഹെൽപ്പ് കിട്ടണം, ഒരു മാലാഖ വന്നിട്ട് ശക്തിപ്പെടുത്തി. അടുത്ത കാലത്ത് ഞാൻ കണ്ടൊരു കുഞ്ഞു മാലാഹയെ കൂടി പറഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ വേഗത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കാൻ എന്നാ കരുതുക. എനിക്കിങ്ങനെ പാല സൈഡിലൊരു വലിയൊരു കുടുംബത്തെ പരിചയമുണ്ട്. വളരെ അഫ്ലുവൻ്റായൊരു വീട്. പക്ഷെ ഇളയ മകൻ ഇങ്ങനെ വീട്ടിൽ നിന്നൊക്കെ മാറി നിൽക്കുക. അവന് ഇഷ്ടമുള്ള കല്യാണം നടന്നതിൻ്റെ പേരിൽ ഇങ്ങനെ ചേട്ടന്മാരും ഒക്കെ ആയിട്ട് താല്പര്യക്കുറവൊക്കെ വന്ന അവനിങ്ങനെ തൃപ്പൂണിത്തറ അടുത്തായിട്ട് ചെറിയ ഒറ്റമുറി വീടിനകത്ത്, 1.5 മുറി വീടിനകത്താണ്, കുഞ്ഞു വീടും അടുക്കളയും. അവൻ ബൈക്ക് ആക്സിഡൻറ്റിൽ കൊല്ലപ്പെട്ടു. അപ്പോൾ വളരെ പ്രതാപിയായ 80 വയസ്സിന് മീതെ ഉള്ള അവരുടെ അപ്പൻ ഇങ്ങനെ പാലയെന്ന് ഒരു ചെറിയ ബോക്സിനകത്ത് ഒതുക്കാവുന്ന സാധനങ്ങളുമായിട്ട് വന്നിട്ട് ഈ കുടിസുമുറി പാർക്ക് ചെയ്യുക. ഇപ്പോൾ
അപ്പം ഞാൻ പോയി കണ്ടു ഇദ്ദേഹത്തെ. അദ്ദേഹം ഒന്നും ഒരിക്കലും ജീവിച്ചുള്ള സാഹചര്യമല്ല അത്. ഏക്കർ കണക്കിന് ഭൂമിയും എപ്പോഴും ബെക്കാൻ കോൾ ദാസരും ഒക്കെ നിൽക്കുന്നൊരു വീടിനകത്ത് നിന്നുള്ള മനുഷ്യനാണ്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇത്തിരി കടുങ്കയായിട്ട് തോന്നുന്നു എനിക്ക് ഈ ഒരു പാർപ്പ്. അദ്ദേഹം പറഞ്ഞു, 2 കാര്യമുണ്ട്. ഒന്ന് എൻ്റെ കുറ്റബോധം. അതായത് വേണമെങ്കിൽ അവനെ വീടുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാമായിരുന്നു. അപ്പം അവൻ്റെ ചേട്ടന്മാർ അവരുടെ പെൺകുട്ടികളൊക്കെ വളർന്ന് വലുതായി അവർക്ക് കല്യാണാലോചന വരുമ്പോൾ ഇങ്ങനെ ഇളയപ്പൻ ഇങ്ങനെ വേറൊരു മതത്തിൽ പോയി കല്യാണം കഴിച്ചെന്ന് പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് അതൊക്കെ നീണ്ടുപോവും. ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് അവന് വീട്ടിൽ നിന്ന് അകറ്റി കൂട്ടുനിന്നു. ഇനിയിപ്പോൾ അവനോട് മാപ്പ് പറയാൻ പറ്റത്തില്ല. രണ്ടാമതായിട്ട് കാര്യം ഈ കാണുന്ന ആഡംബരമൊക്കെ ഉള്ളു. എനിക്ക് സ്വത്തൊക്കെ ഉണ്ടെന്ന് പറയുന്നതൊക്കെ ശരിയാണ്. പക്ഷേ എൻ്റെ കൈവശം എടുക്കാനായിട്ട് 500 രൂപയില്ല. ഞങ്ങളിങ്ങനെ ബിസിനസ്സുകാർക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ടേ. ഇപ്പോൾ കണ്ടെത്തിയൊരു മാർഗം ഇതാണ്. ഇവിടെ വന്ന് ഈ പരിമിതമായ സാഹചര്യങ്ങളിൽ പാർക്കുമ്പോൾ ബാക്കിയുള്ള മക്കൾ കാണാൻ വരും. അപ്പം എന്തെങ്കിലുമൊക്കെ തന്നിട്ട് പോവും. അതെടുത്ത് ഈ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇതാണ് 82 വയസ്സുള്ള മാലാഹ. എവിടെ നിന്നൊക്കെ ആരാണ്ടൊക്കെ വരണം. രണ്ടതാ, അക്സെപ്റ്റ്. അനുഭവങ്ങളെ കുലീനമായിട്ട് സ്വീകരിക്കുക. കുലീനമായിട്ട്. അങ്ങനെ വൈകാരികതയുടെ മാത്രം കരുവാവരുത്. എപ്പോഴും നമ്മളിങ്ങനെ നമ്മുടെ ഈ വൈകാരികതയുടെ കരുവാകുന്നത് കൊണ്ട് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ടേ. ഒരു കാര്യം മനസ്സിലോർത്തോളണം, ജീവിതത്തിലൊരു നിമിഷമുണ്ട്. ആ നിമിഷത്തിനകത്ത് നിങ്ങൾ തീരുമാനിക്കേണ്ട ഒരു തീരുമാനം വരും. ബിറ്റ്വീൻ പാസിങ് ഇമോഷൻസ് ആൻഡ് പെർമനന്റ് റിലേഷൻഷിപ്പ്. ഇതെല്ലാവർക്കും ഉണ്ടാവാൻ ഡിസിഷനാണ്. കടന്നു പോകുന്ന വൈകാരികത വേണം, നിലനിൽക്കുന്ന ബന്ധങ്ങൾ വേണം. ആൻഡ് യു ഓപ്റ്റ് ഫോർ പെർമനന്റ് റിലേഷൻഷിപ്പ്. അതിനൊക്കെ ഈ ഒരു മൈൻഡ് സെറ്റിംഗ് ആവശ്യമുണ്ട്. കാരണം എല്ലാത്തിനകത്തും ഇങ്ങനെ ചെറിയ ചെറിയ വികാരങ്ങളിലും താല്പര്യങ്ങളിലും മനുഷ്യൻ പെട്ടുപോയാൽ ബുദ്ധിമുട്ടല്ലേ. അടുത്ത കാലത്തായിട്ട് ഞാൻ വായിച്ചിട്ടുള്ള കുഞ്ഞു സംഭവം പറഞ്ഞിട്ട് നമുക്ക് നേരത്തെ സൂചിപ്പിച്ചാണെങ്കിൽ മറ്റു കാര്യങ്ങൾ ഇത്തിരി വേഗത്തിൽ പറഞ്ഞു. ഇതിനകത്ത് കുറച്ചുകൂടി നമ്മുടെ ഒരു ശ്രദ്ധ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് എനിക്ക് താല്പര്യമുണ്ട്. ഈറ്റ് വാട്ട് ഈസ് സെറ്റ്. ഇമോഷൻസിനെയൊക്കെ കുറേ കൂടി കുലീനമായിട്ട് സ്വീകരിക്കാൻ പറ്റണം. ഒരു സ്ത്രീ, അവരുടെ അമ്മ മരിച്ചു. ഈ സ്ത്രീ അങ്ങ് തകർന്നു പോയി. അത്രയും ഡിപ്പെൻഡൻസി ഉണ്ടായിരുന്നു ഇവർക്ക് അമ്മയുടെ. ഭയങ്കരമായ ക്രോണിക് ഡിപ്രഷനിലോട്ട് വഴുതിപ്പോയി. അവിടുന്ന് അവരെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി അവരുടെ ഡോക്ടർ കൊടുത്തൊരു നിർദ്ദേശം ഇതാണ്: നീ എന്തെങ്കിലും എഴുതിക്കൊണ്ടിരിക്കുക. ഒരു ഉദാഹരണത്തിനായിട്ട് നിൻ്റെ സ്നേഹിതർക്ക് കത്തെഴുതുക. അമ്മയെക്കുറിച്ച് പറഞ്ഞും അമ്മയുടെ മരണത്തിന് നിങ്ങൾ എന്നോട് കാണിച്ച ഒരു അനുഭാവവും കരുതലിനും ഒക്കെ നന്ദി പറഞ്ഞുമൊക്കെ റൈറ്റ് ലോങ് ലെറ്റേഴ്സ്. ഒരു തരം ക്ലിനിക്കൽ ഹെൽപ്പാണ് അത്. അപ്പം അതുകൊണ്ട് ഈ സ്ത്രീ ഇങ്ങനെ കുറേ ദിവസങ്ങളെടുത്തിട്ട് 70 കത്തുകൾ എഴുതി, മാസങ്ങളെടുത്തിട്ട്. എന്നിട്ട് ഈ 70 കത്തും തൻ്റെ പുരുഷനെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, ഈ കത്തുകൾ നിങ്ങൾ കൊണ്ട് പോസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ അമ്മയില്ലാതെ ജീവിക്കാൻ വേണ്ടി പഠിക്കാൻ തുടങ്ങാൻ പോയി. നോക്കട്ടെ അമ്മയില്ലാതെ ജീവിക്കാൻ പറ്റുമെന്ന്. അയാൾ കൊണ്ടുപോയി. അവളുടെ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. ഒരു ദിവസം ഇങ്ങനെ ഓരോന്നിങ്ങനെ അടുക്കുകയും പെറുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അയാളുടെ ടെന്നീസ് ബാഗ് കണ്ടു. അതിൻ്റെ ഇങ്ങനെ പോക്കറ്റ് ബൾജ് ചെയ്തിരിക്കുക. സിബ് തുറന്ന് നോക്കുമ്പോൾ ഈ 70 കത്തും അതേപോലെ ഇരിപ്പുണ്ട്. പോസ്റ്റ് ചെയ്തിട്ടില്ല. ഹിസ്റ്റീരിക്കാവുക. തൻ്റെ ഒരു ഇമോഷണൽ ട്രോമയ്ക്ക് ഈ മനുഷ്യൻ ഇത്രയും മൂല്യം കൊടുത്തിട്ടുള്ള, അതെനിക്കൊരു ഹെൽപ്പാണെന്ന് പോലും മനുഷ്യൻ എന്തേ മറന്നുപോയി. ഇങ്ങനെ വാവിട്ട് കരയുക. അപ്പോഴാണ് ഇയാൾ പ്രവേശിക്കുന്നത്. ഇയാൾക്ക് കാര്യത്തിൻ്റെ ഗൗരവം പിടുത്തം കിട്ടുന്നുണ്ട്, ഗ്രാവിറ്റി പിടുത്തം കിട്ടുന്നുണ്ട്. അയാളുടെ ശിരസ് ഇവളുടെ കാൽമുട്ടിനോട് ചേർത്ത് വെച്ചിട്ട് പറഞ്ഞു, പറ്റിപ്പോയി, ഇനിയിപ്പോൾ ചെയ്യാവുന്നൊരൊറ്റ കാര്യമേ ഉള്ളൂ, അതും ചെയ്യാം. 70 കത്തും ഞാൻ തന്നെ കൊണ്ടുപോയി പോസ്റ്റ് ചെയ്യാം. വേറൊരു വഴി എനിക്ക് ആലോചിച്ചിട്ട് കിട്ടണില്ല. അപ്പോഴാണ് ഈ സ്ത്രീ
വളരെ ചെറുപ്പത്തിൽ പഠിച്ചൊരു കാര്യം ഓർക്കണത്, ജീവിതത്തിലൊരു നിമിഷം വരും when you have to decide between passing emotions and permanent relationship. കടന്നു പോകുന്ന വികാരങ്ങൾക്കും നിലനിൽക്കുന്ന ബന്ധങ്ങൾക്കുമിടയിൽ നിങ്ങൾക്ക് നിശ്ചയിക്കേണ്ട ഒരു സമയം വരും. ഒരു നിമിഷം അവൾ തീരുമാനിച്ചു, ഞാൻ എൻ്റെ ബന്ധങ്ങൾക്ക് വേണ്ടി നിൽക്കാൻ പോവുകയാണ്. അയാളെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, അറിഞ്ഞുകൊണ്ടല്ലെന്നറിയാം, ഈയിടെയായിട്ട് കുറച്ച് മറവി നിങ്ങൾക്ക് വരുന്നത് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. കൂട്ടത്തിൽ ഇതും വിട്ടുപോയെന്ന് ഞാൻ കരുതുന്നുള്ളൂ. ഇനിയിപ്പോൾ നിങ്ങളായിട്ട് തന്നെ ഇത് കൊണ്ടുപോയി പോസ്റ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് തപാലിലിടാം. കുറച്ച് കത്തുകൾ ഞാൻ കൊണ്ടേ കൊടുക്കാം, എനിക്കും അവരൊക്കെ കാണാൻ പറ്റുമല്ലോ. അപ്പോൾ ഈ മനുഷ്യന് തോന്നി, ജീവിതത്തിൽ ആദ്യമായിട്ട് തൻ്റെ കൂടെ പാർക്കുന്ന ഈ പെൺകുട്ടി ഒരു മുതിർന്ന സ്ത്രീയാണ്. ഫസ്റ്റ് ടൈം. ഇത്രയും കാലം അയാൾ മനസ്സിലാക്കിയിരിക്കുന്നത് അവളൊരു മുതിർന്ന പെൺകുട്ടി മാത്രമാണ്, ബിഗ് ഗേൾ. അതുകൊണ്ടാണല്ല 40-ാം വയസ്സിൽ അമ്മ മരിക്കുമ്പോൾ ഇത്രയും അവൾ തകർന്നു പോയത്. പക്ഷെ ഇപ്പം അയാൾക്ക് മനസ്സിലായി, അവളിങ്ങനെ എല്ലാ അർത്ഥത്തിലും പൂർണ്ണമായ ഒരു സ്ത്രീയാണ്. സോ ഡിസൈഡ് ബിറ്റ്വീൻ പാസിങ് ഇമോഷൻസ് ആൻഡ് പെർമനന്റ് റിലേഷൻഷിപ്പ്. ഈ പെർമനന്റ് റിലേഷൻഷിപ്പിന് വേണ്ടി പാസിങ് ഇമോഷൻസിനെ ഒന്ന് ബൈപ്പാസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അപ്പോഴാണ് ഓരോരുത്തരിങ്ങനെ വലുതാവണം. അപ്പോഴാണ് മുതിർന്ന ആൺകുട്ടികൾ പുരുഷന്മാരാവുകയും മുതിർന്ന പെൺകുട്ടികൾ സ്ത്രീകളാവുകയും ചെയ്യുക. നിർഭാഗ്യവശാൽ നമ്മളീ പലരും മുതിർന്ന പെൺകുട്ടികളും മുതിർന്ന ആൺകുട്ടികളുമായി മരിച്ചു പോകുന്നു. ബിഗ് ഗേൾസ് ആൻഡ് ബിഗ് ബോയ്സ് ഒന്നും അക്സെപ്റ്റ് ചെയ്യണില്ല, ഒന്നും അക്സെപ്റ്റ് ചെയ്യണില്ല. കുട്ടികളുടെ മാർക്ക് പറഞ്ഞ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഒരു വണ്ടി വിട്ടുപോയി കഴിഞ്ഞാൽ പോലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല സമയത്ത്. ഈറ്റ് വാട്ട് ഈസ് സെഡ് ആൻഡ് പ്രൂവ് യുവർ സെൽഫ് ബി ഗ്രോൺ അപ്സ്. അപ്പം അതിൻ്റെ ഒരു മൂന്നാമതായിട്ട് ഇന്നൊരു വലിയ വിശുദ്ധൻ്റെ ഓർമ്മ നമ്മൾ കൊണ്ടാടുന്നുണ്ടല്ലേ, പരിമല തിരുമേനി. നമ്മളെല്ലാത്തിനെയും വിശുദ്ധീകരിക്കുന്നുണ്ടോ? അതാണ് മൂന്നാമത്തെ അന്വേഷണം. എല്ലാത്തിനെയും ശുദ്ധീകരിക്കണുണ്ടോ? നമ്മുടെ ജീവിതം കാണുമ്പോൾ മനുഷ്യർക്ക് ഇങ്ങനെ നിഷ്കളങ്കതയോടും നൈർമല്യത്തോടൊക്കെ സ്നേഹം വരുക. കുറച്ചു കാലം മുമ്പ് പാമ്പാടി തിരുമാനിയുമായിട്ട് ബന്ധപ്പെട്ടൊരു സപ്ലിമെൻ്റ് മനോരമയിൽ നിന്ന് ഇറക്കിയപ്പോൾ ഒരു കുറിപ്പ് എഴുതാനോട് ആവശ്യപ്പെട്ടു. ഞാൻ അതിനകത്ത് കൊടുത്ത ടൈറ്റിൽ ഇതാണ്, മഞ്ഞ പോലെ ചിലർ. മഞ്ഞ പോലെ ചിലർ. എന്താ മഞ്ഞ എന്നൊക്കെ നമുക്കറിയാം, അങ്ങനെ പ്യുവർ, അത്രയും പ്യുവറാ. ആ പ്യൂരിറ്റി കണ്ടിട്ടാണ് മനുഷ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്ന, മാൻ ഹൂ, വാട്ട് ഈസ് ദിസ്? ഇത് കണക്കിങ്ങനെ മഞ്ഞ കണക്ക് ജീവിക്കാൻ പറ്റുമോ? ഇങ്ങനെ കാര്യങ്ങളൊക്കെ കുറെ കൂടി പെർമിസീവ് ആവുന്നൊരു സമൂഹത്തിൽ മഞ്ഞ കണക്ക് ചില മനുഷ്യർ, മഞ്ഞ കണക്ക്. ചങ്ങാതിമാരും ബന്ധുക്കളും കൂട്ടുകാരൊക്കെ ചോദിക്കണം, ഹൗ ഈസ് ഇറ്റ് പോസിബിൾ? ഇത്രയും നിഷ്കളങ്കത. അപ്പം മൂന്നതാ, നിങ്ങളിങ്ങനെ ഒഴുകുന്ന ഇടങ്ങളിൽ മനുഷ്യർ നിങ്ങൾ കുറെ കൂടി ശുദ്ധീകരിക്കുന്നുണ്ടോ? റാബിയ എന്നും പറഞ്ഞ ഒരു ഇസ്ലാമിസ്റ്റിക് ഉണ്ട്. എന്തോ ചില കാരണങ്ങൾ കൊണ്ട് ഇവള് കുറച്ചു കാലം ഒരു ഗണികാലയത്തിലായിരുന്നു, ഒരു വേശ്യാലയത്തിലായിരുന്നു. അപ്പം അതിൻ്റെ നടത്തിപ്പുകാർ ശ്രദ്ധിച്ചൊരു കാര്യം ഇതാണ്, ഇവളുടെ അടുക്കലേക്ക് വരുന്ന പുരുഷന്മാർ വീണ്ടും ഒരിക്കലും തിരിച്ചു വരണില്ല. അത് അവരുടെ ഒരു വ്യാപാരത്തെ ബാധിക്കുന്ന ഇഷ്യൂ ആയതുകൊണ്ട് അവരന്വേഷിച്ചിറങ്ങി. ഈ പുരുഷന്മാരൊക്കെ കണ്ടു ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ടാണ് വീണ്ടും വരാത്തത്? അപ്പോൾ ഈ പുരുഷന്മാരൊക്കെ പറഞ്ഞത് ഒറ്റ ഉത്തരവ്. എന്താണത്? അവിടെ റാബിയ എന്നൊരു സ്ത്രീയുണ്ട്, അവള് ഞങ്ങളെ നിഷ്കളങ്കതയുടെ ആനന്ദം പഠിപ്പിച്ചു. നിഷ്കളങ്കതയുടെ ആനന്ദം. ആ വാക്കൊന്ന് രജിസ്റ്റർ ചെയ്താൽ നല്ലതാണ്. ഈ നിഷ്കളങ്കതയുടെ ആനന്ദം സന്തോഷമുള്ള കാര്യമല്ലേ? അപ്പം മൂന്നതാണ്, ഈ നമ്മുടെ സാന്നിധ്യം മനുഷ്യരുടെ നിഷ്കളങ്കതകളെ കുറെ കൂടി പ്രേരിപ്പിക്കണുണ്ടാ, ഉണർത്തണുണ്ടാ, ശുദ്ധീകരിക്കണുണ്ടാ. നിഷ്കളങ്കതയ്ക്ക് ഇനിയും ഒരു സ്പേസ് ഉണ്ട്. ഞാൻ എപ്പോഴും ഓർക്കുന്നൊരു ഇൻസിഡൻ്റ് ഇതാണ്. എനിക്ക് വളരെ ചെറിയ പ്രായം തൊട്ടേ കത്തെഴുതിക്കൊണ്ടിരുന്നൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ഒരു 2 വർഷം മുമ്പുള്ള കല്യാണമായിരുന്നു. അപ്പോൾ ആ ചെറിയ പ്രായം തൊട്ട് അവളുടെ കല്യാണക്കുറി വരെ അവൾ എഴുതി അവസാനിപ്പിക്കുന്ന ഇങ്ങനെയാണ്, യേശുവിൻ്റെ സ്വന്തം.
പിന്നെ പേര്. കിളുന്ത് പ്രായം തൊട്ടാ. ഇപ്പം കല്യാണം മലബാറിൽ വെച്ച് നടക്കണത്. ഇപ്പം കല്യാണത്തിനന്ന് ഞാൻ പറഞ്ഞ് എനിക്ക് മോളുമായിട്ടുള്ളൊരു താല്പര്യം ഇതാണ്. ഈ ചെറിയ പ്രായം തൊട്ട് അവളെ കല്യാണക്കുറി വരെയുള്ള കത്തുകൾ എനിക്ക് വന്ന് അവസാനിക്കുന്ന ഇങ്ങനെയാണ്: യേശുവിൻ്റെ സ്വന്തം. ഞാനത് പറയുമ്പോൾ ഇങ്ങനെ പള്ളിയിലിരിക്കുന്ന മനുഷ്യരുടെ കണ്ണ് നിറഞ്ഞ് ഞാൻ ശ്രദ്ധിച്ചു. അവൾ കല്യാണം കഴിക്കാൻ പോകുന്ന പുരുഷൻ പതുക്കെ ഇങ്ങനെ കണ്ണ് തുടക്കുന്നുമുണ്ട്. നിഷ്കളങ്കതയ്ക്ക് ഇനിയൊരിടമുണ്ട് ഭൂമിയിൽ. സ്പേസ്. നമ്മൾ കാലാകാലങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിർജിൻ ബർത്ത്. കന്യക ഗർഭം ധരിച്ച് യേശുവിനെ പ്രസവിക്കും. കന്യാത്വം എന്നൊക്കെ പറയേണ്ടത് ഇങ്ങനെ ഈ പ്യൂരിറ്റി ഓഫ് ഹാർട്ടാ. അല്ലാതെ ഒന്ന് നീന്തിയാൽ തീരാവുന്ന ശാരീരിക പ്രത്യേകതകളുടെ പേരാണ് കന്യാത്വം എന്നൊക്കെ തെറ്റിദ്ധരിക്കാൻ മാത്രം പോഴാണ് നമ്മൾ. ഇങ്ങനെ നിഷ്കളങ്കതയിൽ നിന്നാണ് അയാൾക്ക് ജീവൻ ഉണ്ടാവുന്നത്. ഒറിജിൻ ബർത്ത്. മേരിയുടെ കാര്യത്തിലൊഴിച്ച് ബാക്കി എല്ലാവരും ധ്യാനിക്കേണ്ടത് അതിനിങ്ങനെയാണ്. മേരിയുടെ കാര്യത്തിൽ നിശ്ചയമായിട്ട് നമുക്കറിയാം. ഒറിജിൻ ബർത്ത്. നിഷ്കളങ്കതയിൽ നിന്ന് പതുക്കെ പതുക്കെ രൂപപ്പെടുന്നൊരു യേശുബോധം. അത് അതിനകത്ത് ഇങ്ങനെ കാര്യമായിട്ട് കോംപ്രമൈസ് ചെയ്യാതിരിക്കുക. അപ്പം അതിൻ്റെ ഒരു 3-ാം പാഠം. 4-മതായിട്ട് നിങ്ങൾ തണുപ്പിക്കുന്ന ഒരാളാണോ? നിങ്ങളൊരു കൂളിംഗ് മെമ്മറിയാണ്. മേരിയെക്കുറിച്ചൊക്കെ നമ്മൾ വായിച്ചെടുക്കുന്ന ആദ്യ ഭാഗം എന്താണ്? അവൾക്കിങ്ങനെ മംഗളവാർത്ത കേൾക്കുമ്പോൾ തന്നെ അടുത്ത സംഭവം എന്താണ്? അവൾ അവളുടെ ചർച്ചക്കാരിയെ തേടി പോയി, എലിസബത്തിനെ തേടിപ്പോയി. തിടുക്കത്തിൽ പോയെന്നാ പറയണം. എന്തിനാണ് അവൾ ഇത്രയും വേഗത്തിൽ ഈ വൃദ്ധയെ കാണാനായിട്ട് ഓടിപ്പോകുന്നത്? ശുശ്രൂഷിക്കാനാണെന്നും പരിചരിക്കാനാണെന്നും ഒക്കെ നമ്മൾ കാലാകാലങ്ങളായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എൻ്റെ ഒരു കുഞ്ഞു ബുദ്ധിയിൽ തോന്നുന്ന കാര്യം വേറൊന്നാണ്. എന്താണത്? ഇപ്പം മറിയാം പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്ന ലോകത്തെ ഏക സ്ത്രീ ആരാണ്? എലിസബത്ത്. കന്യക ഗർഭം ധരിച്ചു. എവിടെങ്കിലും ആരുടെയെങ്കിലും അടുപ്പിൽ ആ പരിപ്പ് വേവുക? അവൾ വിവാഹം കഴിക്കുന്ന പുരുഷൻ പോലും, ഉദ്ദേശിക്കുന്ന പുരുഷൻ പോലും രാത്രിക്ക് രാത്രി നാടുവിടാനാണ് നോക്കണത്. ഒരാളുടെ അടുപ്പിൽ ആ പരിപ്പ് വേകും. എവിടെയാണ്? എലിസബത്തിൻ്റെ അടുക്കളയിൽ. കാരണം ആ സ്ത്രീയും സമാനമായ അനുഭവങ്ങളിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അവൾ തൻ്റെ അടുക്കിലേക്ക് വന്ന് ഈ ചെറിയ പെൺകുട്ടിയോട് ഇൻട്രോഗേറ്റീവ് പോലും ആവണില്ല. എന്താ കൊച്ചെന്ന് പോലും ചോദിക്കണില്ല. മറിച്ച് ഓടി വന്ന് പടവുകൾ ചവിട്ടി താഴേക്ക് വന്ന് ഓടി വന്ന് കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, കൊച്ചെ എന്നെ തപ്പി വന്നല്ല, ദേ നീ വരുന്നത് കേട്ടിട്ട് ഞാൻ മാത്രമല്ല, എൻ്റെ ഉള്ള കുഞ്ഞു പോലും ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കുക. വെൽക്കമിങ് സ്പേസ്. എല്ലാ സംശയങ്ങളിലും എല്ലാ തകർച്ചകളിലും ഒക്കെ നമ്മളെ സ്വാഗതം ചെയ്യുന്ന മനുഷ്യ വല്ലതും ഉണ്ടോ എവിടെങ്കിലും? അവരുടെ പേരാ നദി. കൂളിംഗ് പ്രസൻസ്. പക്ഷെ ഇതിനകത്ത് കാര്യമായിട്ട് ഇങ്ങനെ വലിയ പണ്ഡിതന്മാരാവണമെന്ന്, വലിയ പുണ്യാന്മാരാവണമെന്ന് പോലും ഇല്ല കേട്ടോ. വെറുതെ പച്ച മനുഷ്യനായിട്ട് ജീവിച്ചാൽ മതി. അത് പച്ച മനുഷ്യൻ. നിങ്ങളെ തേടി മനുഷ്യ വരും. വെറുതെ ഒരു നാട്ടിൻപുറത്തൊരു സാധാരണ ഉദാഹരണം എടുക്കുക. ഒരു 40-40 വയസ്സുള്ള സ്ട്രെസ്സുള്ളൊരു വീട്ടമ്മ എടുക്കുക. അവളുടെ പരിഹാരം എപ്പോഴും ഒരു കാര്യമാണ്. എന്താണത്? ഞാൻ വീട്ടിൽ പോയി അമ്മയെ കണ്ടിട്ട് വരട്ടെ. ഇതല്ലേ പറഞ്ഞുകൊണ്ടിരിക്കണം. എല്ലാം ഒതുക്കി വീട്ടിലേക്ക് പോകുന്നു. അവിടെ ഇങ്ങനെ ഒരു പാവപ്പെട്ട സ്ത്രീ ഇങ്ങനെ കൂനിപ്പിടിച്ചിരിപ്പുണ്ട്, വയോധിക. അടുത്ത് ചെന്നിരിക്കണം. എന്തിനാ വന്നെന്ന് പോലും ചോദിക്കണില്ല. കാരണം അവളുടെ വീടാ. അവൾക്ക് ഇഷ്ടമുള്ള ചില ഭക്ഷണമൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് അമ്മ ചൂടാക്കാനായിട്ട് നോക്കണം. കുറച്ചു നേരം കൂടിയൊക്കെ ചുറ്റിപ്പറ്റി ഇരിക്കുന്ന ഒരു 3 മണിയാകുമ്പോൾ പറയണം, അമ്മ മക്കൾ പള്ളിക്കൂടത്ത് നിന്ന് വരാൻ സമയമായി, ഞാൻ പോയിക്കോട്ടെ. ഓ. എന്നിട്ട് തിരക്കുള്ള വണ്ടിയിൽ കമ്പിയിലൊക്കെ തൂങ്ങിപ്പിടിച്ച് തിരിച്ചു വരുമ്പോൾ പോയ സ്ത്രീയെല്ലാം മടങ്ങി വരണം. അവരുടെ ഉള്ളിൽ എന്തോ ഒന്ന് കിനിയുന്നുണ്ട്, ഇങ്ങനെ ആലിപ്പഴം കണക്ക്. കാരണം അവൾ മടങ്ങി വരുന്നത് അവൾക്കറിയാവുന്ന പുഴയോരത്തുനിന്ന്. അതുകൊണ്ടൊക്കെയാണ് ഈ അമ്മമാരൊക്കെ മരിച്ചു പോയി കഴിയുമ്പോൾ ഈ ആൺമക്കൾ തകർന്നതിനേക്കാൾ കൂടുതൽ പെൺകുട്ടികൾ തകർന്നു പോകണം. അവർക്കിങ്ങനെ
പോകാനായിട്ട് ഇടവില്ല. ഇനി വീട്ടിലേക്ക് പോകാൻ കാരണമില്ല. വീട്ടിലേക്കുള്ള വഴിയിൽ ഇങ്ങനെ ഇനി പുല്ല് മൂടും. അപ്പം 4 ഇതാണ് നിങ്ങളൊരു കൂളിംഗ് മെമ്മറിയാണ്. ഞങ്ങളുടെയൊക്കെ ചെറിയ പ്രായത്തിൽ ഈ ഇത്തിരി വായനയും ഇത്തിരി മാറി നടക്കുകയൊക്കെ ചെയ്യുന്ന ചെറുപ്പക്കാർ പറഞ്ഞുകൊണ്ടിരുന്ന കൊച്ചുവർത്താനം ഉണ്ടായിരുന്നു. അതിങ്ങനെയാണ്, ഫേൺ ഹില്ലിൽ പോകാൻ തോന്നുന്നു. ഫേൺ ഹിൽ എന്ന് പറയുന്ന ഊട്ടിയിലൊരു സ്ഥലമാണ്. ആ സ്ഥലത്തിൻ്റെ പ്രത്യേകതയല്ല, മറിച്ച് അവിടെ ഒരു മനുഷ്യനുണ്ടായിരുന്നു, ഗുരു നിത്യചൈതന്യതി. വായിച്ചും പഠിച്ചും തൻ്റെ അടുക്കിലേക്ക് വരുന്ന മനുഷ്യരെ ഇങ്ങനെ അങ്ങേയറ്റം വരെ ചെന്നിട്ട് കൈക്ക് പിടിച്ച് കൂട്ടിക്കൊണ്ടുവരികയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന മനുഷ്യൻ, വയോധികനായ മനുഷ്യൻ. എന്ത് വിഷമം വന്നാലും നമ്മൾ പറയും ഫേൺ ഹില്ലിൽ പോകാൻ തോന്നുന്നു. ഞങ്ങൾ ആരും ഫേൺ ഹില്ലിൽ പോയിട്ടില്ല. എന്നാലും പുതിയൊരു വിഷമം വരെ വീണ്ടും പറയും ഫേൺ ഹില്ലിൽ പോകാൻ തോന്നുന്നു. എവിടെ ഇങ്ങനെ ചില മനുഷ്യർ, നമുക്ക് ചെന്ന് പറയാൻ പറ്റുന്ന മനുഷ്യർ, നമ്മളെ കുറ്റപ്പെടുത്താത്ത മനുഷ്യർ, അക്നോളജ് ചെയ്യണ മനുഷ്യർ, ഇപ്പം എല്ലാവരുടെയും സാധ്യ. അങ്ങനെയൊക്കെ നിങ്ങളൊരു നദിയാണെന്ന് വെളിപ്പെട്ട് കിട്ടിക്കഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ കയ്യബദ്ധം പറ്റണ മക്കൾ രാത്രി വണ്ടിക്ക് വീട്ടിലോട്ട് കയറി വരും. എന്നിട്ട് കാൽച്ചോട്ടിൽ ഇങ്ങനെ ചുരുണ്ടുകൂടി ഇരുന്നിട്ട് പറയും അപ്പ അപ്പ. ആ വിളിക്കാത്ത എല്ലാം ഉണ്ട്. എന്തിനാണെന്ന് പോലും നിങ്ങൾ ചോദിക്കണില്ല, എന്താ പറ്റുന്ന പോലും ചോദിക്കണില്ല. പരമാവധി നിങ്ങൾ ഇത്ര പറയും, അമ്മ ചോറൊക്കെ വെള്ളത്തിലിട്ടിട്ടുണ്ട്, നീ ഒന്നും കഴിക്കാതെയല്ലേ വന്നിരിക്കണത്, നോക്കട്ടെ എടുത്ത് ചൂടാക്കാൻ പറ്റുമെന്ന്. വേറെ ഒന്നും ചോദിക്കണില്ല. എന്തിനാ അവനവൻ്റെ കോഴ്സ് ഡ്രോപ്പ് ചെയ്യുന്ന, എന്താ നിന്നെ ഭയപ്പെടുത്തണത്, ഒന്നും ചോദിക്കണില്ല. വെറുതെ അവനെ സ്വീകരിക്കാൻ മാത്രം നിങ്ങൾ എക്സ്പാൻഡ് ആവുന്നു. ബിഗ് ബിഗ് ബ്രഹ്മം എന്ന് പറഞ്ഞ വാക്ക് തന്നെ അതാണ്, ബൃഹത്താവുന്ന. മനുഷ്യർ സ്വീകരിക്കുമ്പോഴാണ് മനുഷ്യ ബ്രഹ്മമാണ്. ആക്സെപ്റ്റ് പീപ്പിൾ. എന്ത് പാളിച്ചകൾക്ക് ശേഷവും പിന്നെ ഇങ്ങനെ സ്വീകരിക്കാൻ പറ്റുന്ന വലിപ്പം ഉണ്ടാക്കിയെടുക്കുക. അപ്പോഴാണ് ഇങ്ങനെ മനുഷ്യർ തണുപ്പിക്കണ മനുഷ്യരാണ്. അപ്പം അതിൻ്റെ ഒരു 4ാമത്തെ വിചാരം. 5ാമതായിട്ട് എങ്ങടാ ഓരോരുത്തരും പോണ, വേറെ ആർ വി ഹെഡിങ് ടുവാർഡ്സ്. കൂട്ടി കുറച്ച് ഹരിച്ച് കഴിയുമ്പോൾ 30,000 ദിവസങ്ങളുടെ കേസ് കെട്ടാ ജീവിതം. 80നെ 365 ഓടിക്കുമ്പോൾ അത്രയും പോലും കിട്ടണില്ല കേട്ടോ. പിന്നെ നല്ലൊരു ദിവസമാണ് ഇത്തിരി കൂട്ടി പറഞ്ഞെന്നൊക്കെ ഉള്ളൂ. 30,000 രൂപയെന്ന് പറയണത് നിങ്ങളൊരു കുട്ടിയെ പഠിപ്പിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അവൻ്റെ സെമസ്റ്റർ ഫീ പോലും അല്ല. 30,000 ഡേയ്സിൻ്റെ അക്കൗണ്ട് ബുക്ക് ഇട്ടുകൊണ്ടുള്ള കളിയാണ്. കുറച്ചുകൂടി ശ്രദ്ധിക്കണമെന്നല്ല അല്ലേ? And what will happen to me after spending this 30,000 days? അതിനുശേഷം എനിക്ക് എന്തെങ്കിലുമൊക്കെ നിലനിൽപ്പുണ്ടാവുക? ഈ പുണ്യവന്മാരെ കണക്ക് ഏതോ കാലത്ത് ജീവിച്ചിരുന്ന മനുഷ്യരൊക്കെ നമുക്കെങ്ങനെ പ്രിയപ്പെട്ടതായി മാറിയത്? അവരെങ്ങനെ ജീവിച്ചിരിക്കുന്നൊക്കെ സജീവരായത്? അല്ല, ജീവിച്ചിരിക്കുന്നവരൊക്കെ സജീവരല്ല അവർ. എന്തെങ്കിലും വിഷമം വരുമ്പോൾ നമുക്കറിയാം ഈ ജീവിക്കുന്നവരെക്കാൾ സജീവർ മരിച്ചവരാണ്. ദുസ്വപ്നം കണ്ട് ഞെട്ടി എണീക്കുന്ന എല്ലാ പുരുഷന്മാരും സ്ത്രീകളൊക്കെ വിളിക്കുന്നത് അമ്മയെന്നും പറഞ്ഞുകൊണ്ടാണ്. അയാളുടെ പേരോ അവളുടെ പേരോ വിളിക്കാത്ത എന്താ കാര്യം? അത് അതിൽ തന്നെ വേറൊരു ദുർസ്വപ്നം. അത്രയേ ഉള്ളൂ. ഡെഡ് ആർ മോർ അലൈവ് ദാൻ ദ ലിവിങ്. ഡെഡ് ആർ മോർ അലൈവ് ദാൻ ദ ലിവിങ്. അവിടെയാണ് സുവിശേഷം അവസാനിക്കുന്നത്. നിങ്ങൾ എന്തിനാണ് ജീവിക്കുന്നവനെ മരിച്ചവരുടെ ഇടയിൽ തപ്പണം? അപ്പം അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടോ? ഒരു കേസ് കെട്ട് ഉണ്ടെങ്കിൽ അതിലേക്ക് എത്ര ശ്രദ്ധിച്ചിട്ടുണ്ട്? ഉണ്ടെങ്കിൽ അത്രയൊക്കെ ഓർത്താൽ മതി. ഉണ്ടെന്നൊക്കെ ഉള്ള വിചാരത്തിലാണ് ഇതൊക്കെ ഓടിച്ചുകൊണ്ടിരിക്കണം. വാട്ട് വിൽ ഹാപ്പൻ ടു മീ ആഫ്റ്റർ സ്പെൻഡിങ് ദിസ് 30,000 ഡേയ്സ്? എങ്ങടാ ഒഴുകണം? നദികളെ ശ്രദ്ധിക്കുകയും പഠിക്കുകയും ചെയ്യുന്നവർക്കറിയാം, ഒരു പാതി വഴി കഴിയുമ്പോൾ നദിയുടെ ഇങ്ങനെ അദ്ദേഹം പറഞ്ഞാൽ ഇങ്ങനെ രുദ്രമാവും, ഭയങ്കര ഇങ്ങനെ. അത് തുടക്കത്തിൽ വളരെ കിളുന്താന്നേ. ഗംഗയൊക്കെ തുടങ്ങാൻ കാണണം, അതിങ്ങനെ കിളുന്തായിട്ടാണ് തുടങ്ങണം. അതിങ്ങനെ പല നാടുകളിലൂടെ ഒഴുകി 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 അതിങ്ങനെ ബംഗാളിലോട്ട് വരുമ്പോൾ അവിടെ അതിനെ വിളിക്കുന്ന വാക്ക് ഹുഗ്ലി എന്നാണ്.
പേരും മാറുന്നുണ്ട്. അപ്പോഴൊക്കെ ഇതിങ്ങനെ കുത്തി ഒഴുകണം, കാരണം പതിക്കാൻ പോവുക. അപ്പം അത് കണക്ക് ഇങ്ങനെ ഒരു 10-40 വയസ്സ് കഴിഞ്ഞവർക്ക് കുറച്ചുകൂടി ലൈഫിനകത്ത് കുറച്ചുകൂടി തീവ്രത ആവശ്യമില്ലേ, സ്പീഡ് ആവശ്യമില്ലേ? ഈ സിനിമയുടെയൊക്കെ നമുക്ക് താല്പര്യമുള്ളൊരു മേഖലയാണ്. സിനിമയുടെയൊക്കെ ഒരു കാര്യം എടുത്താൽ ഈ കാര്യം പിടുത്തം കിട്ടും. കളി, ചിരി, ഇങ്ങനെ നൃത്തം, കോമഡിയൊക്കെ ഇങ്ങനെ ഇടവേളയ്ക്ക് മുമ്പാണ്. ഇൻ്റർവെല്ലിന് ശേഷം പിന്നെയും നൃത്തവും പാട്ടും പാടിയും തമാശയും കാണിച്ച് ചെന്ന് കഴിഞ്ഞാൽ സിനിമ ഇങ്ങനെ 8 നിലയെ പൊട്ടിപ്പോവും. അപ്പോൾ എന്തായാലും ദൈവം സഹായിച്ചിട്ട് എൻ്റെ മുമ്പേ ഇരിക്കുന്ന എല്ലാവരും ഇടവേള കഴിഞ്ഞ ആൾക്കാരാണ്. അപ്പോൾ കുറച്ചുകൂടി യാഥാർത്ഥ്യബോധമാവാം, കുറച്ചുകൂടി യാഥാർത്ഥ്യബോധം. എങ്ങടാ ഒഴുകണം? ഹോം സിക്ക്. എല്ലാവർക്കും ഇതൊരു ഹോം സിക്കുള്ള ആൾക്കാരല്ലേ? കുറച്ചുകൂടി ഹോം സിക്കായ നല്ലത്. അങ്ങനൊരു വളരെ പ്രശസ്തമായ പാട്ടുണ്ട്, ഐ എം ഹോം സിക്ക്. കൂട്ടുകാരൻ മരിച്ചപ്പോൾ പാടണ ഒരു ആള്. അപ്പം അതിനകത്ത് പറയുന്നത് എങ്ങനെയാണ്? നീ മരിച്ചെന്നോർത്തിട്ടല്ല എൻ്റെ സങ്കടം, മറിച്ച് നീ ഇപ്പോൾ ഉണ്ടെന്ന് കരുതുന്ന ഇടത്തിലേക്ക് എത്താനായിട്ട് എനിക്ക് എത്ര നാൾ കൂടി കാത്തിരിക്കണം ഓർത്തിട്ട് എൻ്റെ സങ്കടം. വിട്ടവരൊക്കെ, മരിച്ചുപോയവർ കുറച്ച് പേരൊക്കെ നമ്മുടെ കൂട്ടത്തിൽ കാണുമല്ല. മക്കൾ, കുഞ്ഞുങ്ങൾ നഷ്ടമായവരും ജീവിത പങ്കാളി നഷ്ടമായവരും. അവർക്കൊക്കെ വേണമെങ്കിൽ ധ്യാനത്തിന് വെക്കാവുന്നൊരു വിചാരമാണ്, നീ മരിച്ചെന്നുള്ളതല്ല എൻ്റെ സങ്കടം. കാരണം നീ എവിടെ ഉണ്ടെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷെ അവിടേക്ക് എത്താനായിട്ട് ഹൗ ലോങ് ഐ ഹാഡ് ടു വെയിറ്റ്, ഹൗ ലോങ്, എത്ര കാലം എനിക്കിങ്ങനെ വെയിറ്റ് ചെയ്യണം എന്നുള്ള. സോ 5-ാം പാഠം അത് തന്നെ, ഹോം സിക്ക്. എങ്ങടെ ഓരോരുത്തരും ഒഴുകണം. എസ്കറ്റോളജിക്കൽ പീപ്പിൾ എന്നൊക്കെ നമ്മൾ വിളിക്കുന്നത്. എസ്കറ്റോളജിക്കൽ പീപ്പിൾ, ആർ വി ട്രൂലി ദാറ്റ്? ഒരാളെക്കുറിച്ച് ഞാൻ കേട്ടൊരു കാര്യമാണ്, ലോകത്ത് ആരെക്കുറിച്ചും പറയാൻ പാടില്ലാത്ത ഏറ്റവും മോശപ്പെട്ട കാര്യം. പൊതുവായ ഒരു ചങ്ങാതിയെ പരാമർശിച്ചുകൊണ്ട് ഒരാളിൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛാ, ഇതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഉണ്ടെന്ന് തോന്നൽ തരുന്ന ഒരാളല്ല അയാൾ. ഇതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഉണ്ടെന്ന തോന്നൽ തരുന്ന ഒരാളല്ല അയാൾ. കുറച്ച് എഴുത്തിൻ്റെയും വായനയുടെയും ഒക്കെ അസ്കിത ഉള്ളതുകൊണ്ട് പറയണതല്ല, അക്ഷരാർത്ഥത്തിൽ എൻ്റെ ശരീരം വിറക്കാൻ തുടങ്ങി. ഒരു കൈ കൊണ്ട് വേറെ കൈ പിടിച്ചിട്ട് ഇങ്ങനെ കൈ വിറച്ചുകൊണ്ടിരിക്കുക. അത് അയാളെ ഓർത്തിട്ടല്ല. അന്ന് തൊട്ട് ഞാൻ എൻ്റെ മനസ്സിനോട് ചോദിക്കുന്നൊരു കുഞ്ഞു ചോദ്യമുണ്ട്, ബോബി, ഇതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഉണ്ടെന്ന തോന്നൽ തരുന്ന ഒരാളാണോ നീ? അത് ഞാൻ സ്നേഹപൂർവ്വം നിങ്ങൾക്കും വിട്ടു തരിക. ഇതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഉണ്ടെന്ന തോന്നൽ കൊടുക്കുന്ന ഒരാളാണോ നിങ്ങൾ? അങ്ങനെയാണെങ്കിൽ എന്തുമാത്രം കാര്യങ്ങൾ വിട്ടുകളയാമായിരുന്നു, എന്തുമാത്രം പേര് ചേർത്ത് പിടിക്കാമായിരുന്നു, എന്തുമാത്രം പേർക്ക് മാപ്പ് കൊടുക്കാമായിരുന്നു. അപ്പോൾ 5-ാമത്തെ അതാ, എസ്കറ്റോളജിക്കലാണ്. 6-ാമതായിട്ട് നിങ്ങളിങ്ങനെ ദാഹം അനുഭവിക്കുന്നുണ്ടോ, ദാഹം ഉണർത്തുന്നുണ്ടോ? ദാഹത്തിന് വേദപുസ്തകത്തിൽ ഒറ്റ അർത്ഥമേ ഉള്ളൂ, എ പാഷനേറ്റ് ഡിസയർ ഫോർ ദ ലോർഡ്. നീർച്ചാലുകൾ തേടി നടക്കുന്ന മാൻപേടയെ കണക്ക് എൻ്റെ ഹൃദയം. അത്രയും ദാഹമൊക്കെ നമ്മൾ അനുഭവിക്കുന്നുണ്ടോ, ഉണർത്തുന്നുണ്ടോ? മരിക്കുമ്പോൾ അയാൾ പറഞ്ഞ വാക്കുകൂടി ഓർത്തേക്കണം, ഐ തേഴ്സ്റ്റ്. അയാളുടെ ദാഹം അതാ, നിന്നോടിങ്ങനെ ഒന്നാകാനായിട്ടുള്ള ദാഹം, ഐ തേഴ്സ്റ്റ്. അത് മനസ്സിലാക്കാത്ത ആരാണ്ട് ഇങ്ങനെ നീർപ്പഞ്ഞി മുക്കി കൊടുക്കുന്നുണ്ട്, ഇത് വേണ്ടാന്ന് പറഞ്ഞു, ഐ തേഴ്സ്റ്റ്. ഇപ്പം കുറേ കൂടി എ പാഷനേറ്റ് ഡിസയർ ഫോർ ദ ലോർഡ്. നമ്മുടെ നാട്ടിലെ ഒരു കുഞ്ഞു സംഭവം പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ചെറിയ പ്രായത്തിൽ സന്യാസത്തിലേക്ക് തിരിഞ്ഞൊരാളുണ്ടായിരുന്നു. 19 വയസ്സായി. ഒരു ദിവസം ഇങ്ങനെ തപസ്സിലായിരിക്കുമ്പോൾ, മെഡിറ്റേഷനിലായിരിക്കുമ്പോൾ ആ വഴിക്ക് ഒരു ദേവദാസി പോയി. അവളോട് അയാൾക്കൊരു താല്പര്യം അനുഭവപ്പെട്ടു. രാത്രി അവളെ കാണാൻ തീരുമാനിച്ചു. ഇങ്ങനെ കുത്തിപ്പേണ മഴയ പാതിരാവ്. പോകുന്ന വഴിക്ക് ഒരു വലിയൊരു ആറുണ്ട്. ഇതെങ്ങനെയാണ് കുറുകെ കിടക്കണം എന്നൊക്കെ നോക്കി നിൽക്കുമ്പോൾ ഒരു കൊച്ചുവഞ്ചി കടന്നു വലയുന്നുണ്ട്. വലിച്ചടിച്ചു തുഴഞ്ഞ് മറുകരയെത്തി. എന്നിട്ട് ഈ വഞ്ചിയെ അതിൻ്റെ പാട്ടിന് തള്ളിവിടുമ്പോൾ പേടിച്ചു പോയി. കൈ ഉള്ളിലോട്ട് കയറിപ്പോയി. കൈ വലിച്ചു. അപ്പോഴാണ് മനസ്സിലാക്കിയത് ഇത് വഞ്ചിയായിരുന്നില്ല,
മറിച്ച് മരിച്ചൊരാളുടെ ശരീരമായിരുന്നു. എന്നിട്ടും യാത്ര മുടങ്ങുന്നില്ല. മുമ്പോട്ട് പോയി അവളുടെ കുടിൽ കണ്ടെത്തി. ഒരു വള്ളിക്കുടില എന്തോ ഒന്നിങ്ങനെ ഞാന്ന് കിടപ്പുണ്ട്. അതിൽ പിടിച്ച് അകത്തേക്ക് കയറി. ഒരു വിളക്കിന് മുമ്പിൽ അവളിങ്ങനെ ചിരിച്ചുകൊണ്ടിരിപ്പുണ്ട്. അവളുടെ ചിരിയിൽ പരിഹാസമുള്ളതായിട്ട് അയാൾക്ക് തോന്നി. അയാൾ പറഞ്ഞു, എൻ്റെ ചിരിയിൽ പരിഹാസമുണ്ട്. അവൾ പറഞ്ഞു, ആചാര്യ, എനിക്കെല്ലാം കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ രാത്രിയിൽ കുത്തിയൊഴുകുന്ന ആ പുഴ മുറിച്ച് കടക്കുവാൻ അങ്ങ് കണ്ടെത്തിയത് മരിച്ചവൻ്റെ ശരീരം, കടത്തുവഞ്ചി നനച്ചത്. അതെ, ഇനി പുറത്തോട്ട് നോക്കാൻ പറഞ്ഞു. അപ്പോൾ ഒരു മിന്നലുണ്ടായി. അപ്പോൾ കണ്ടു വള്ളിയെന്ന് പിടിച്ച് കയറിയത് കൊടിയ വിഷമുള്ള പാമ്പ്. അപ്പോൾ ഒരു പരിഹാസമില്ലാതെ ആ സ്ത്രീ പറഞ്ഞു, ആചാര്യ, എന്നോട് തോന്നിയ പ്രേമം കൊണ്ട് ഇതൊന്നും അങ്ങേ അപായപ്പെടുത്തിയില്ല. അങ്ങനെയെങ്കിൽ ഈ രാത്രിയിൽ അങ്ങേക്ക് എന്നോട് തോന്നിയ പ്രേമത്തിൻ്റെ 10,000-1 അങ്ങ് ചെറിയ പ്രായം തൊട്ടേ എന്തിനു നമസ്കരിച്ചാണോ ജീവിക്കുന്നത് ആ ചൈതന്യത്തോട് അനുഭവപ്പെട്ടിരുന്നെങ്കിൽ അങ്ങ് എന്നെ പരമപദം പോകിയേനെ, എന്നെ പരമപദം പോകിയേനെ. അപ്പം മിന്നലുണ്ടായതാകത്ത. ആ മിന്നലിലാണ് നമ്മുടെ ദേശത്തെ ഒരു ആചാര്യനായ വില്ലുമംഗലം രൂപപ്പെട്ടത്. വില്ലുമംഗലം ഒരു പ്രണയത്തിൽ, ഒരു സൗഹൃദത്തിൽ, പിന്നെ പരിണയത്തിൽ, പാരൻറ്റിങ്ങിലൊക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എനർജിയുടെ 10,000-1 ആ ചൈതന്യത്തിന് വേണ്ടി മാറ്റിവെച്ചിരുന്നെങ്കിൽ എന്നെ ഓരോരുത്തരും ഇല്യൂമിൻഡായനെ, കുറെ കൂടി ഇങ്ങനെ പ്രകാശിതരായനെ. അപ്പം അതാണ് 6-ാമത്തത്. എത്ര അഗാധമായിട്ട് ഞാൻ ആ ചൈതന്യത്തെ കാക്ഷിക്കുന്നുണ്ട്. കണ്ട വിചാരങ്ങളെ വേഗത്തിലൊന്ന് ക്രോഡീകരിക്കുകയാണ്. ഒരു ആംഹ വിചാരം ഇതായിരുന്നു, ഫെയ്ത്ത് ഇൻ ജീസസ് ആൻഡ് ഫെയ്ത്ത് ഓഫ് ജീസസ്. യേശുള്ള വിശ്വാസം 1-ാം ചുവടാണ്. മുമ്പോട്ട് പോകേണ്ടവരെ പതുക്കെ 2-ാം ചുവട് ചവിട്ടണം. എന്താണത്? ഫെയ്ത്ത് ഓഫ് ജീസസ്. യേശു എന്താണ് ആഗ്രഹിച്ചത്? അയാളുടെ മൈൻഡ് എന്താണ് നമ്മളോട് ആവശ്യപ്പെടുന്നത്? അത്തരമൊരു വിചാരത്തിൽ നമ്മളൊരു കാര്യം ഒന്ന് എടുത്തു കാണുകയായിരുന്നു. വിശ്വസിക്കുന്ന നമുക്ക് എന്താകാൻ പറ്റും? നദിയാകാനായിട്ട് പറ്റും. എങ്ങനെയാണ് ഈ നദി ഉണ്ടാവുന്നത്? when you are so certain that you are being so passionately loved. അഗാധമായിട്ട് സ്നേഹിക്കപ്പെടുന്ന അറിവിനകത്തു നിന്നാണ് ഈ ഈർപ്പൊക്കെ ഉണ്ടാവണം. ഇവിടെ ഇരുന്നുകൊണ്ട് വെറുതെ ഓർത്താൽ മതി തന്നെ. വിശേഷിച്ചും സ്ത്രീകളൊക്കെ ഉണ്ട്. വിഷമം പിടിച്ചൊരു കാര്യമാണ് പറയുന്നത്. എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് കുഞ്ഞുങ്ങളെയൊക്കെ, ചെറിയ കുഞ്ഞുങ്ങളെയൊക്കെ വീട്ടിലിട്ടിട്ട് വന്ന അമ്മമാരി കൂട്ടരുണ്ടെന്ന് വിചാരിക്കുക. വെറുതെ ഇരുന്ന് കുഞ്ഞുങ്ങളെ ഓർക്കാവോ പള്ളിയിലിരുന്ന് പെട്ടെന്ന് ഇങ്ങനെ നെഞ്ച് തന്നെയാണ്. സ്നേഹമാണ് മനുഷ്യനിങ്ങനെ ഈർപ്പമുള്ളതാക്കി മാറ്റണം. അങ്ങനെയാണ് മനുഷ്യനിങ്ങനെ അടിമുടി ഈർപ്പമുള്ളതായിട്ട് ജീവിക്കണം. അപ്പം ആ ഈർപ്പത്തിലായിരിക്കുക. സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളന്നേ. കുഞ്ഞു കേസ് കേട്ടെ സ്പിരിച്വാലിറ്റി എന്ന് പറയണത്. ഒരാൾ അനുഭവിക്കുന്ന അടിമുടിയുള്ള ഈർപ്പം, ഇത്രയേ ഉള്ളൂ സ്പിരിച്വാലിറ്റി. ബാക്കിയൊക്കെ അതിൻ്റെ കെട്ടുകാഴ്ചകളാണ്. കൊണ്ടേ കൊള്ളാം, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഒരടിസ്ഥാന ഈർപ്പം. നമ്മൾ റിലീജിയോസിറ്റിയെക്കുറിച്ച് പറയുമ്പോൾ ഇതൊക്കെ തർക്ക വിഷയമാവട്ടെ. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സ്പിരിച്വാലിറ്റിയെക്കുറിച്ചാണ്. യേശു തർക്കിച്ചിട്ടുള്ളത് ആകപ്പാടെ അക്കാലത്ത് റിലീജിയോസിറ്റിയോട് മാത്രമോ? വേറെ ആരോടും തർക്കിച്ചിട്ടില്ല. അവിടെ ഓർത്താന്നല്ല, ഇത് കുറേ ഡീപ്പറായൊരു സംഭവം. അപ്പം ആ നനവിലായിരിക്കുക എന്നുള്ള ഒരു 6 കാര്യങ്ങളാണ് സ്വയം നദിയാണോ ഇല്ലെന്ന് തിരിച്ചറിയാനായിട്ട് നമ്മൾ കണ്ടൊരു ചെക്ക് ലിസ്റ്റ്. 1, ഒഴുകണുണ്ട്. 2, സ്വീകരിക്കണുണ്ട്. വിളമ്പിയത് ഭക്ഷിക്കുന്നുണ്ടോ? 3, ശുദ്ധീകരിക്കണുണ്ടോ? 4, തണുപ്പിക്കണുണ്ടോ? 5, എങ്ങടെ ഓരോരുത്തരും ഒഴുകണ ടെലോയിസ്. ഒരു പർപ്പസ് ഉണ്ട് ആ ജീവിതത്തിന്. അതാ ഇങ്ങനെ ഓരോ ദിവസവും മറ്റൊരു ദിവസത്തിൻ്റെ സിറോസ്കോപ്പിയായിട്ട് അങ്ങോട്ട് റിട്ടയർ ചെയ്യും വരെ ജീവിച്ചാൽ മതിയാ? ആരോഗ്യമൊക്കെ പോണവരെ? വൈ ആം ഐ ഹിയർ?
വൈ ആം ഐ ഹിയർ? ഞാൻ എന്തിനാ ഇങ്ങനെ? അവസാനമായിട്ട് നിങ്ങൾ ആ ദാഹം അനുഭവിക്കുന്നുണ്ടോ, ഉണർത്തുന്നുണ്ടോ? മരിച്ചിട്ടും അവൻ്റെ ചങ്കിൽ നിന്ന് പിന്നെയും രക്തവും ജലമൊഴുകി. അതിന് നമസ്കരിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. മരിച്ചിട്ടും അവൻ്റെ ചങ്കിൽ നിന്ന് പിന്നെയും രക്തവും ജലമൊഴുകി. ഞാൻ വിചാരിക്കുന്നു നമ്മൾ നേരത്തെ പറഞ്ഞ മാഗി മിക്കവാറും ആ വചനങ്ങളെ ആയിരിക്കും ധ്യാനിച്ചിട്ടുണ്ടാവുക. മരിച്ചിട്ടും അവൻ്റെ ചങ്കിൽ നിന്ന് പിന്നെയും രക്തവും ജലമൊഴുകി. അതിനെയൊക്കെ ഒത്തിരി ശാസ്ത്രീയമായിട്ട് വിശദീകരിക്കുന്ന പുസ്തകങ്ങളുണ്ട്. ഇപ്പം ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പുസ്തകം തന്നെ അതിനെ വിശദീകരിക്കാനുള്ള ശ്രമമാണ്. പക്ഷേ ഇതിനകത്ത് ശാസ്ത്രത്തിൻ്റെ കഥയൊന്നുമില്ലെന്നേ. മനുഷ്യൻ്റെ ഏറ്റവും നല്ല സങ്കല്പം മരിച്ചിട്ട് ഒഴുകിക്കൊണ്ടേയിരിക്കുക. എത്ര കാലമായി? പുണ്യവാൻ്റെ പെരുന്നാളാണല്ലോ, മരിച്ചിട്ട് ഒഴുകണല്ലേ. അത് മനുഷ്യൻ്റെ മുന്നിലുള്ള സാധ്യതയാണ്. മരിച്ചാലും നമ്മളെ വലം ചുറ്റിയപ്പോൾ, ജീവിച്ചാലും മരിച്ചാലും ഒക്കെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക എന്നുള്ളത് തന്നെയാണ് പ്രധാനം. അവൻ കണ്ടവൻ തന്നെയാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. അവൻ്റെ സാക്ഷ്യം സത്യമാണ്. ലോകത്തോട് മനുഷ്യർക്ക് പറയാവുന്ന ഏറ്റവും നല്ല സാക്ഷ്യം ഇതാണ്: അയാൾ ജീവിച്ചിരുന്നപ്പോഴും മരിച്ചപ്പോഴും നദി തന്നെയായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം നിങ്ങളെ കണ്ട നിങ്ങളുടെ മക്കൾ പറയും, അപ്പ ജീവിച്ചിരുന്നപ്പോഴും കടന്നുപോയതിനു ശേഷവും ഒഴുകിക്കൊണ്ടേയിരുന്നു. അത് കണ്ടവൻ തന്നെയാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. അവൻ്റെ സാക്ഷ്യം സത്യമാണ്. മനുഷ്യരെക്കുറിച്ച് പറയാവുന്ന ഏറ്റവും നല്ല സാക്ഷ്യം അതാണ്. അയാൾ പിന്നെയും ഒഴുകിക്കൊണ്ടിരുന്നു. ആമേൻ. അത് പ്രാർത്ഥിക്കാം. ഒരു കുഞ്ഞു പ്രാർത്ഥന മാത്രം മനസ്സിലേക്ക് കൊണ്ടുവരാം. നദിയാക്കണമേ, ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ പ്രാണനെ നദിയാക്കണമേ. ഇമ്മീഡിയറ്റ് ഫാമിലി ഓർമ്മിക്കുമ്പോൾ നമുക്കൊരു കണ്ണീര് വരുന്നുണ്ടോ? അത് തന്നെ നദിയാണെന്നുള്ളതിൻ്റെ അടയാളം. കൂടെ പാർക്കുന്ന സ്ത്രീ, ഒക്കത്തെ കുഞ്ഞുങ്ങൾ, വയോധികരായ മാതാപിതാക്കന്മാർ, ഇവരെയൊക്കെ ഓർക്കുമ്പോൾ ഒരു നനവ് വരുന്നുണ്ടെങ്കിൽ ഓർത്തോളൂ, നദിയാണ്. കർത്താവായ യേശുവേ, ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ പ്രാണനെയും നദിയാക്കണമേ. കർത്താവായ യേശുവേ, ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ പ്രാണനെയും നദിയാക്കണമേ. ഒഴുകാനും സ്വീകരിക്കാനും വിശുദ്ധീകരിക്കാനും തണുപ്പിക്കാനും ദാഹമനുഭവിക്കാനും ഒടുവിൽ അങ്ങെന്ന ദയാസാഗരത്തിൽ ലയിക്കാനും എന്നെയും പഠിപ്പിക്കണമേ. കർത്താവായ യേശുവേ, ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ പ്രാണനെയും നദിയാക്കണമേ. ആണും പെണ്ണും ഒക്കെ ഇങ്ങനെ നദിയാകും എന്നുള്ള സങ്കല്പമുണ്ട് ഗുരുക്കന്മാർക്ക്. രാമകൃഷ്ണ പരമഹംസനുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. വാർദ്ധക്യത്തിൽ ആ മനുഷ്യൻ്റെ നെഞ്ചിൽ നിന്ന് പാലൊഴുകുമായിരുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, പകൽ മേഘമായും രാത്രി അഗ്നിയായും അവിടുത്തെ സ്നേഹം കൊണ്ട് ഇവരെ സദാ പൊതിയണമേ. പകൽ മേഘമായും രാത്രി അഗ്നിയായും അവിടുത്തെ സ്നേഹം കൊണ്ട് ഇവരെ സദാ പൊതിയണമേ. ആമേൻ. ലോകത്തെ ഏറ്റവും നല്ല വാക്കുകളിലൊന്ന് നമ്മുടെ നാട്ടിൽ നിന്നാണ് നമസ്തേ എന്ന് പറഞ്ഞ വാക്കാണ്. എന്താ വാക്കിൻ്റെ അർത്ഥം? എൻ്റെ ഉള്ളിലെ ദൈവാംശം നിൻ്റെ ഉള്ളിലെ ദൈവാംശത്തെ തിരിച്ചറിയുന്നുണ്ട്. ദ ഡിവൈൻ ഇൻ മീ സല്യൂട്ട് ദ ഡിവൈൻ ഇൻ യു. നമ്മൾ അത്രയും ആത്മാർത്ഥമായിട്ടും സത്യസന്ധമായിട്ടും ഒക്കെ ഒരാൾ നമസ്തേ പറയാമെന്ന് വിചാരിക്കുക. നടന്നുകൊണ്ടിരിക്കുന്നൊരു കാര്യമുണ്ട്. നിങ്ങൾ ആർക്ക് നമസ്തേ പറയുന്നു അയാളുടെ കണ്ണ് നിറയും. ജെന്യൂനായിട്ട് ചെയ്യുമ്പോൾ പറഞ്ഞു വരുന്ന ഇത്രയേ ഉള്ളൂ. ഒരു നമസ്തേ കൊണ്ട് പോലും നമുക്ക് പുറത്തു കൊണ്ടുവരാൻ പറ്റുന്ന നനവുമായിട്ട് ആ മനുഷ്യൻ നടക്കണം. സോ നമസ്തേ.